ടൊവിയായിട്ടാ ഫസ്റ്റ് ഷോട്ട് ടൊവിയായിട്ട് കഴിഞ്ഞു. അതിന് സെക്കൻഡ് ഷോട്ട് എൻ്റെ ടൊവി ഞാനോട് ഉണ്ട്. ഞാൻ അങ്ങനെ കുറെ തെറ്റി കഴിയുമ്പോൾ ആൾക്കാരും സമാധാനിപ്പിച്ചു നിൽക്കുക. ഞാൻ നോക്കിയപ്പോൾ ടൊവി അകത്തോട്ട് ബാലുവിനെ വിളിച്ചിട്ട് വന്നു കളിയാക്കാനായിട്ട്. ബാലു വന്നേക്ക് നടന്നു. അതായത് ഇപ്പൊ ചന്തുവിന്റെ കേസിലാണെങ്കിൽ സലീം കുമാറിന്റെ മോനാണ് എന്നുള്ളൊരു ടാഗ് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനോട് അഭിനയം നിർത്തി പോകാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ സിനിമയിൽ ഇറങ്ങിയ സിനിമ ഒരു ജോലിയായിട്ട് കാണാത്തത് കൊണ്ട് സിനിമ ജോലിയായിട്ട് കാണില്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സംഭവമാണല്ലോ. പിന്നെ പാഷൻ എന്നൊന്നും പറയാനൊന്നുമില്ല, ക്യാഷ് കിട്ടും, നല്ല ക്യാഷാ. അപർണയൊക്കെ ഭയങ്കര കോളേജിലെ ഭയങ്കര ചാടുള്ള കുട്ടിയായിരുന്നു. അതെ, ചന്തു അയ്യോ അവിടെ ഭരിച്ചിരുന്നത് ചന്തു ആയിരുന്നു. നമുക്കത് കണ്ടിട്ട് നമുക്ക് സത്യം പറയാം, എനിക്ക് ഭയങ്കര കുശുമ്പൊക്കെ തോന്നിയായിരുന്നു. ഞാൻ മഞ്ഞുമൽ ബോയ്സിന് വേണ്ടി വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാണോ? സത്യമായിട്ടും ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ പോയത് പുള്ളി. സുഭാഷ് പോയി തന്നെ വിളിക്കണേ. തമിഴ്നാട്ടില് ലൂസ് അടിച്ചെന്ന് പേരുണ്ട് എനിക്ക്. ചന്തുവിന്റെ ലൈഫിൽ നടന്നിരുന്നെങ്കിൽ ചന്തു ചാടുമായിരുന്നോ രക്ഷിക്കാൻ? ഉറപ്പാണോ? അതെന്താ? ഇറങ്ങും, വീണ ആളനുസരിച്ചിരിക്കും കേട്ടോ. അപർണ വീണ ഞാൻ ഇറങ്ങും തോന്നുന്നുണ്ടോ? കറക്റ്റായിട്ട് അറിയാല്ലേ. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ചന്തു. ഹലോ, വെൽക്കം ടു ദ ഷോ. അവിടെയാണ് ചന്തുവിന്റെ ക്യാമറ. ഹായ്. അയ്യോ ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സിനിമയൊക്കെ ഇറങ്ങിയെന്ന് കേട്ടായിരുന്നു. നേരത്തെ ചോദിച്ചാൽ കണ്ടുകൊണ്ട് 2 വട്ടം ഞാൻ കണ്ടു. ഫസ്റ്റ് എനിക്ക് പനിയായിരുന്നു, ഇല്ലെങ്കിൽ എന്തായാലും കണ്ടേനെ. കാരണം മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി. പിന്നെ ചന്തു ഒരു ബിൽഡപ്പ് തന്നില്ല, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചന്തു ഇതിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് സിനിമ, ഹിറ്റാവോ, എങ്ങനെ, എന്താ ഏതാന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ക്ലാസ് പടം, അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഞാനൊക്കെ ആണെങ്കിലുണ്ടല്ലോ പിന്നെ കീടുപ്പണം എപ്പോൾ ഹിറ്റോ എനിക്ക് ഉറപ്പാണ്. അതെ, അങ്ങനല്ല, ഞാൻ ചോദിച്ചു ഹിറ്റാവോ, എങ്ങനെ സൂപ്പറാവോ, എന്താ അങ്ങനെ ചോദിച്ചപ്പോൾ ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, ആൾക്കാരാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ഹിറ്റ് ആവുമെന്നുള്ളത്. നമ്മളെടുത്തിരിക്കുന്ന ഒരു ക്ലാസിക് പടമാണെന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഒന്നിലൊരു ക്ലാസിക് അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പ് പടം അല്ല, അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ലെ അതിനിടയിലൊരു സംഭവം ആവറേജ് പടം കുഴപ്പമില്ല എന്നൊന്നും പറയണ നമുക്ക് ഇല്ലായിരുന്നു, അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. ഓൾ ടൈം ക്ലാസിക് ആ മൂഡ് സാധനം. പിന്നീട് എന്നോട് പറഞ്ഞത് നമ്മൾ എടുത്ത കാര്യം, നമ്മൾ ചെയ്ത കാര്യം ആൾക്കാർക്ക് ഇടുന്നുണ്ടോ എന്നതിനേക്കാൾ ഉപരി നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ധൈര്യം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ മൊത്തം നമ്മൾ അറിയുന്ന ആള് സിനിമയിലുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ ആളുടെ സീനും അതൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ പുള്ളി ഇതൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത്, എന്നിട്ട് സിനിമ കിടുവാണല്ലോ, ഇതെന്താ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കും. ഞാൻ പറഞ്ഞത് തെറ്റല്ലല്ലോ, സിനിമയെ പറ്റി മോശമായിട്ട് പറഞ്ഞു അല്ല, നല്ലതാ പറഞ്ഞേ. പക്ഷേ ഞാൻ പറയാം, ഞാനായിരുന്നു ചന്ദിന്റെ സ്ഥാനത്ത്, പണം ഉറപ്പാ, ഹിറ്റാ, ഇത് കിടുപ്പണം, നല്ല കഥയാ, എന്തൊരു സൂപ്പറാന്നറിയോ എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് ചുമ്മാ ഹൈപ്പ് കൂട്ടിയേനെ. അത് വെച്ചിട്ട് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് കേട്ടോ, പുറത്തു പോയിട്ട് പറയുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കേട്ടിട്ടുണ്ടാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിപ്പോ സുഷിൻ സീൻ മാറ്റം എന്ന് പറഞ്ഞപ്പോ തന്നെ അത്യാവശ്യം ഹൈപ്പ് കയറി. നമുക്കെല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ഹൈപ്പ് വല്ലോ എന്നുള്ളത്. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക സീൻ മാറ്റും എന്നുള്ളത്. സീൻ മാറ്റിയപ്പോ നമ്മൾ ഓക്കെ ഇപ്പൊ ഉള്ള എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ കേട്ടായിരുന്നു അച്ഛൻ പടം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതും, എന്താ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ. ഇപ്പൊ കണ്ടോ? ഇല്ല, ഇപ്പഴും കണ്ടിട്ടില്ല. എല്ലാ ഇന്റർവ്യൂ ഞാൻ പറയുന്ന ആളെ കാണോ അച്ഛൻ മൂടില്ലടാ അതുപോലെ. അച്ഛൻ അറിയുന്നുണ്ട്, ഓരോരുത്തർ പറഞ്ഞ ഓരോ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അല്ലാതെ സിനിമ അച്ഛൻ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. ക്ഷമിച്ചിരുന്ന് കാണുന്നതിന്റെ ബുദ്ധിമുട്ടാണോ? ചന്തുവിന് അതുണ്ടോ? എനിക്കില്ല, ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണാറുണ്ട്. പിന്നെ ഇത്രയും സിനിമയൊക്കെ ഇഷ്ടമുണ്ടായിട്ട് എന്തിനാണ് ഈ ലിറ്ററേച്ചറും LLB ഒക്കെ എടുത്തത് പഠിക്കാൻ? അത് വെറുതെ ചുമ്മാ ഒരു രസം. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ചന്തു വരുന്നത് കൊണ്ടാണ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്നത്. ചന്തു അതിനെ നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഊരിക്കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BA ലിറ്ററേച്ചർ, MA ലിറ്ററേച്ചർ, LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് ഈ ഇരിക്കുന്നത്. അതിൻ്റെ അഹങ്കാരമൊന്നും ഇല്ല എന്നുള്ള എക്സ്പ്രഷനാണോ ഇട്ടത്? ഇത്രയും പഠിക്കാനുള്ള പ്രചോദനം ഇടുന്ന ഞാനൊക്കെ BCA പഠിച്ച് തീർക്കാൻ പെട്ട പാട്. കോളേജിലായിരുന്നു. അല്ലല്ല, ആ സമയത്തുള്ള കഥയാണ് കേൾക്കേണ്ടത്. ചന്തു നടന്നു പോവും,
ഞാനിങ്ങനെയാ നടന്നുകൊണ്ടിരുന്നത് സലീം. അപർണയൊക്കെ ഭയങ്കര കോളേജിലെ ഭയങ്കര ചാടുള്ള കുട്ടിയായിരുന്നു. അതെ, ചന്തു അയ്യോ അവിടെ ഭരിച്ചിരുന്നത് ചന്തു ആയിരുന്നു. ഞാൻ അവിടെ എല്ലാവരുടെ കമ്പനി ആയിരുന്നു. പക്ഷെ അപർണ ഞാനല്ല, മറ്റേ എന്താ ചാർലീസ് ഏഞ്ചൽസ് മൂടായിരുന്നു. കുറച്ചുപേര് 5 പേര് ഇങ്ങനെ നടന്നു, നമ്മളാരും മൈൻഡ് ചെയ്യില്ല. ഞാൻ എല്ലാവരുടെ കമ്പനി ആയിരുന്നു. എന്നെ കാണുമ്പോ ഒരു പുച്ഛം ഇട്ടിട്ട് പോവായിരുന്നു. ഞാൻ അത് പിന്നെ അങ്ങനത്തെ ചാടുള്ള പിള്ളേരെ നമ്മള് പിന്നെ എന്നെ പുച്ഛിച്ച ഞാൻ പുച്ഛിക്കുന്നത് എന്തൊരു കഷ്ടം ഇത്. അല്ല, ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും ചന്തുവിനെ വലിയ കാര്യം സലീം അത് കുമാറിന്റെ നല്ല സ്വഭാവം ആയതുകൊണ്ടാണ്. അല്ലല്ല, അത് നല്ല സ്വഭാവമാണെങ്കിൽ ആൾക്കാര് അങ്ങനെ നോക്കുക. ഞാൻ ഈ സ്വഭാവത്തെ കുറിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ അല്ലല്ല, പിന്നെ സംസാരിച്ചപ്പോ നല്ല സ്വഭാവമാന്നൊക്കെ. നമ്മള് കോളേജിൽ സംസാരിച്ചിട്ടില്ല. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് റോണൽ, അപ്പൊ അവനും അപർണ ഒരുമിച്ച് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അതെ, അത് ഭയങ്കര യാദൃച്ഛികമായി പോയി. റോണലിനെ കണ്ടാ പറയത്തില്ല ഇങ്ങനെയൊക്കെയാ കൂട്ടുകെട്ടെന്നൊക്കെ. കാരണം എന്ത് കുട്ടനാണെന്നറിയോ അവൻ. റോണലല്ലേ? അല്ലല്ല, അതിലും കോമഡി എന്താണെന്നറിയോ, ചന്തുവിന്റെ കോളേജിലുള്ള ഹെയർ സ്റ്റൈലായിരുന്നു. ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ആ ഹെയർ സ്റ്റൈലില്? സ്ട്രൈറ്റ് ചെയ്തിട്ടിട്ട് ഇല്ല, സ്ട്രൈറ്റ് ചെയ്തൊന്നല്ല, എന്റെ മുടിയത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് വളർന്നിറങ്ങി അതുപോലെ കിടക്കുവോ? ഞാൻ മുടിയിലൊന്നും ചെയ്തിട്ടില്ല, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഷാമ്പു ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാറില്ല. കുളിക്കാറുണ്ടല്ലോ മതി. പക്ഷെ ആ ജാട ഇട്ട് നടന്ന മനുഷ്യനാണ് ഈ മനുഷ്യനെന്ന് എനിക്ക് അത് എനിക്ക് ജാടയൊന്നും ഉണ്ടാകുന്നില്ല, അത് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക്. ഞാൻ ആ കോളേജിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്കാന്ന് തോന്നുന്നു. അതെ, അത് ആൺകുട്ടികളുമായിട്ട് ഭയങ്കര ഒരു പക്ഷെ പഠിച്ചിരുന്നത് ഫുള്ള് പെൺകുട്ടികളുള്ള ക്ലാസ്സിലായിരുന്നു. സിഗ്മ മെയിലായിരുന്നാ പറയാൻ വന്നത് അല്ലേ? ഓക്കെ. അല്ല, എനിക്ക് ജൂനിയേഴ്സ് പിള്ളേര് ബിസി അല്ല, ഭയങ്കര ഹൈപ്പും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു കിഡായിരുന്നു കോളേജില്. BA പഠനം കഴിഞ്ഞു, MA പഠനം കഴിഞ്ഞു, LLB. എവിടെ വെച്ചാണ് ഈ സിനിമ വരുന്നത്? അച്ഛന്റെ ചെറുപ്പകാലമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. സിനിമ പണ്ട് പോലെ ഉള്ളതാ, സിനിമ അങ്ങനെ പെട്ടെന്ന് വന്നൊന്നുമല്ല. ഇല്ലല്ല, ഞാനിത് ജോലി കിട്ടാൻ വേണ്ടിട്ടാ MA ലിറ്ററേച്ചർ എടുത്തത്. ഏത് ജോലി? പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിട്ട്, ജോലി ഇട്ട് കല്യാണം കഴിക്കാന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. അല്ല, MA ലിറ്ററേച്ചർ പഠിച്ച ഏത് ജോലി? എന്തായിരുന്നു ലക്ഷ്യം? MA ലിറ്ററേച്ചർ പഠിച്ചോ? MA ലിറ്ററേച്ചർ പഠിച്ചത് ഞാൻ അവിടെ വരുന്നത് ലിറ്ററേച്ചർ പഠിക്കുന്നത് എഴുതാൻ താല്പര്യമുള്ളതുകൊണ്ടാണ്. പിന്നെ ഇംഗ്ലീഷിലൊക്കെ പോയിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഓസ്കാർ വാങ്ങിക്കണം എന്നുള്ളൊരു ഇതിലാ, ആ മൂഡിലാണ് MA ലിറ്ററേച്ചർ എടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയായിരുന്നു ഞാൻ. അത് പെട്ടെന്ന് ജോലി കിട്ടും, പെട്ടെന്ന് 1 വർഷം കൊണ്ട് കളക്ടറായിട്ട് തിരിച്ചു വരാമല്ലോ. വിക്രമാദിത്യനെ കണ്ടിട്ടില്ലേ? അപ്പൊ 1 വർഷം കൊണ്ട് കളക്ടറായിട്ട് തിരിച്ചു വരാൻ പറ്റുന്നതുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടി. അപ്പൊ തന്നെ കല്യാണം കഴിയാന്ന് വെച്ചിട്ട്. അതെ അതെ, അത് ആ സമയം വരെ, അതായത് സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോകുന്നവരെ കല്യാണമായിരുന്നു ലക്ഷ്യം. അത് കഴിഞ്ഞ് പിന്നെ കല്യാണമല്ല. അതെന്താ? ഒന്നുമില്ല, ഒന്നും ചോദിക്കാൻ പറ്റുന്ന. അല്ല, സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയ ആ കാലഘട്ടം ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ട്രിവാൻഡ്രത്ത് റോണലിന്റെ കൂടെ ഒക്കെ നിന്ന് പഠിച്ചോണ്ടിരുന്നല്ലേ അപ്പൊ? അറിയാത്ത പോലെ അപ്പൊ. പക്ഷെ അപ്പൊ നമ്മള് കമ്പനി അല്ലായിരുന്നല്ലോ. അല്ലേ, അവിടെ വെച്ചല്ലേ പഠിച്ചോണ്ട്? നമ്മൾ കണ്ടിട്ടൊന്നുമില്ല ട്രിവാൻഡ്രത്ത് വെച്ചും കണ്ടിട്ടില്ല. കോവിഡ് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാ കാണുന്നത്. മാലിക്കൊക്കെ ഇറങ്ങുന്നതിന് കുറച്ച് മുന്നേ അല്ലേ പരിചയപ്പെടുന്നേ, സംസാരിക്കുന്ന കമ്പനിയാണ്. മാലിക്ക് ഇറങ്ങുന്നതല്ലേ? അല്ലേ? ശരിയാ, ആയിരിക്കും, എനിക്ക് ഓർമ്മയില്ല. ഷൂട്ടിന്റെ സമയത്തല്ല, ഷൂട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു. അപ്പൊ സിനിമയിലേക്ക്. പക്ഷെ ഞാൻ ചുമ്മാ ഒരു റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, ഈ സിനിമയിലേക്ക് ഇറങ്ങാൻ നിൽക്കുവാണെങ്കിൽ അങ്ങനെ പഠിച്ചൂടായിരുന്നു ചുമ്മാ അറിയാൻ പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും കുറച്ചും കൂടി ടെക്നിക്കൽ സൈഡോ ജോലി കിട്ടി കല്യാണം കഴിക്കണമെന്നുള്ളതായിരുന്നല്ലോ. പിന്നെ പിന്നെ അത് ചെയ്യണ്ടേ, പ്രൊസീഡ് ചെയ്യണമല്ലോ നമ്മളങ്ങനെ. പിന്നെ അത് നടക്കില്ല ഒരു സമയത്തിപ്പോഴാണ് നമ്മള് തിരിച്ച് LLB-ലേക്ക് വരുന്നത്. അല്ല, എനിക്ക് ശരിക്കും പഠിക്കാൻ ഭയങ്കര മടിയാ, അതുകൊണ്ട് ഞാൻ പഠിച്ചോണ്ടിരിക്കണേ. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. അത് മറ്റേ ജോലിക്ക് പോവാതിരിക്കാൻ ഒരു എസ്കേപ്പ് മെക്കാനിസം കണ്ടുപിടിച്ചാ. അപ്പൊ സിനിമയിൽ ഇറങ്ങിയ സിനിമ ഒരു ജോലിയായിട്ട് കാണാത്തത് കൊണ്ട്. സിനിമ ജോലിയായിട്ട് കാണില്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സംഭവമാണല്ലോ, അതുകൊണ്ട് ഓക്കെയാണ്, പൈസയും കിട്ടും. അതെ, സത്യം. പിന്നെ ക്യാഷ് എന്നൊന്നും പറയാനൊന്നുമില്ല, ക്യാഷ് കിട്ടും, നല്ല ക്യാഷാ. അല്ല, ചന്ദനോട് സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്. കാരണം എന്തുണ്ടെങ്കിലും ഫ്രാങ്കായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞിട്ടുമുണ്ട് മുന്നേ, വർത്താനം പറയാൻ ഭയങ്കര പേടിയുള്ള വ്യക്തികളിൽ ഒരാളാണ് ചന്തു. ഭയങ്കര ഫ്രാങ്കായിട്ട്. എന്താ പേടിക്കണ്ട, എന്തെങ്കിലും സാധനം കൊണ്ട് കൊള്ളത്തില്ലെന്ന് തന്നെ പറഞ്ഞോളെ, നമ്മളങ്ങ് തകർന്നു പോകും. ഫ്രാങ്കായിട്ട് ഒപ്പീനിയൻ പറയും.
ചന്തു. ഫ്രാങ്ക് ആയിട്ട് ഒപ്പീനിയൻ പറയണ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞ അടുത്ത് എന്തെങ്കിലും നല്ലതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ? നല്ലതാണെന്ന് പറയാറൊക്കെ ഉണ്ട്. പറഞ്ഞ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോ ശരി ശരി പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ പോഡ്കാസ്റ്റ് ഭയങ്കര സൂപ്പറാണെന്നൊന്നും അല്ല, അത്യാവശ്യം കൊള്ളാം എന്ന് പറഞ്ഞു. വേണ്ട കേട്ടോ, സ്വഭാവം ഇത്ര നേരം ഞാൻ പേടിച്ചെന്നു. എനിക്ക് പേടിയൊന്നുമില്ല, ക്യാമറ ഇരിപ്പുണ്ടെന്നൊക്കെ. എന്തായാലും ഫ്രണ്ട്സിന്റെ ഇടയിൽ കിടന്ന് കളിയാക്കുന്ന പോലെ ക്യാമറ വെക്കുമ്പോൾ കളിയാക്കുന്നില്ല. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. ഞാൻ എന്തിനാ പേടിക്കുന്നത്? അല്ലേ? ഇല്ല, ഞാൻ കളിയാക്കിയിട്ടൊന്നുമില്ലല്ലോ, ഉള്ള കാര്യം പറയാറില്ലല്ലോ. അതെ, കറക്റ്റ്. അതല്ല, ഈ അച്ഛനെ പോലെ തന്നെയാണ് മോൻ ആ കണ്ണാടി വെച്ചിരിക്കുന്നത്, കറക്റ്റ് മണവാളന്റെ ലുക്കാണ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കമ്പാരിസണൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഓക്കെ, താങ്ക് യു. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അച്ഛനുമായിട്ടുള്ള കമ്പാരിസൺ ഒക്കെ വരുന്നുണ്ടല്ലോ, അതായത് ലുക്ക് വൈസും പിന്നെ ഈ സംസാരം തగ్గടിക്കുന്നതാണെങ്കിലും പിന്നെ മണവാളൻ എനിക്ക് അല്ലല്ല, തగ్గടിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമുള്ള കാര്യമൊന്നുമില്ല. തగ్గടിക്കുന്നില്ലേ? എന്തൊരു ഡൗൺ ടു എർത്ത്. തഗ്ഗൊന്നും പറയാറൊന്നുമില്ല. തഗ്ഗൊക്കെ ആൾക്കാർ ലെജൻസ്, അവരുടെ സാധനം തഗ്. നമ്മളെന്തേലും പറയുമ്പോ എന്തായാലും ആൾക്കാർ ചിരി വരുന്നുണ്ടെന്നെങ്കിൽ ഓക്കെ, തഗ്ഗൊന്നും പറഞ്ഞു വെറുതെ കൗണ്ടർ അടിക്കുന്നു അതും വേണ്ട. ഈ നന്നായിട്ട് സംസാരിക്കുന്ന കഴിവ്, ഓക്കെ, നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, അതെങ്കിലും ഒന്ന് താ പ്ലീസ്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ആൾക്കാര് കമ്പാരിസൺ അല്ല, ഒരു ഇത് സംഭവം, അതിനെയൊക്കെ എങ്ങനെ നോക്കി കാണുന്നേ? അച്ഛന്റെ പോലെ ഇരിക്കുന്നത് അത് മോനാണല്ലോ. അതെ, അങ്ങനെ തന്നെ കമന്റും വരുന്നുണ്ടോ? DNA ടെസ്റ്റ് നീഡ് വായിക്കാറുണ്ടോ? കമന്റ് ഒക്കെ കമന്റ് വായിക്കാറുണ്ട്. ബാക്കി ഇൻസ്റ്റാഗ്രാമിലും വായിക്കാറുണ്ട്, ഫേസ്ബുക്കിലും വായിക്കാറുണ്ട്. പിന്നല്ലേ യൂട്യൂബ് അപ്പൊ ഇല്ല? യൂട്യൂബ് വായിക്കാറുണ്ട്. യൂട്യൂബ് വായിക്കും എന്തായാലും. ഇൻസ്റ്റാഗ്രാമിലും വായിക്കും, ഫേസ്ബുക്കിലും അടിപൊളിയാ, സൂപ്പർ തെറിയൊക്കെ ഉണ്ടാവും, നല്ല തെറിയാ. എന്താണ് ഏറ്റവും നന്നായിട്ട് കേട്ട ഒരു തെറി? കുറെ തെറി കേൾക്കാറുണ്ട്. ആണോ? അല്ല, എന്നാലും ഇപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ്, മഞ്ജുമല്ലി ബോയ്സിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. ആ പുള്ളിക്കാരി ഒക്കെ വന്ന് നെഗറ്റീവ് പറഞ്ഞല്ലാതെ ഞാൻ പബ്ലിസിറ്റി സ്റ്റണ്ടായിരുന്നു, കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ എന്ത് നല്ലത് കണ്ടാലും ആളുകൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ക്രിറ്റിസിസം കണ്ടുപിടിക്കും. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലാതെ എന്തെങ്കിലും പറയാൻ തോന്നിയിട്ട് പറയുന്നവരുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ക്രിറ്റിസിസം നിങ്ങൾ ആസ് എ മൂവി ഫേസ് ചെയ്തിട്ടുണ്ടോ? മഞ്ഞുമലോ? മഞ്ഞുമൽ ക്രിറ്റിസിസം ഫോർ യു ആൻഡ് ദ മൂവി. എനിക്ക് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അങ്ങനെ അധികമായിട്ട്. ഈ ജയമോഹൻ പുള്ളിയുടെ വിഷയത്തിലുള്ള സംഭവം അതൊന്നും അറിഞ്ഞൂടല്ലേ? ഞാൻ പ്രശ്നങ്ങളിലേക്ക് അങ്ങോട്ട് കേറിയില്ലായിരുന്നു, ഞാൻ നല്ലത് മാത്രമേ കണ്ടോളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാനീ പറയണ്ട, കുഴപ്പമില്ല. പുള്ളിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സിനെ പറ്റിയിട്ടുള്ള. മഞ്ഞുമൽ ബോയ്സിന്റെ മലയാളികളെയും പുള്ളി ആക്ഷേപിച്ചുകൊണ്ടൊരു എഴുത്തുണ്ടായിരുന്നു പുള്ളിയുടെ. നമ്മളെ നാട്ടിലുള്ള നമ്മുടെ മലയാളി ഡയറക്ടേഴ്സ് എല്ലാവരും, പ്രിയൻ സാറ്, പി ഉണ്ണികൃഷ്ണൻ, ഉണ്ണിയാറ്, അങ്ങനെ അവരെല്ലാവരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. ഇതൊന്നും അറിയാനല്ലേ? അല്ല, ആ സൈഡ് ഞാനത് കണ്ട്, അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡേ ഞാൻ ഈ മൂവിക്ക് കണ്ടില്ല. അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. നെഗറ്റീവ് സൈഡ് എന്ന് പറയാൻ പറ്റില്ല. അടിച്ചേട്ടൻ ഒച്ച ചെയ്തു, പിന്നെ നല്ല ഒച്ച കേൾക്കും. സോറി ട്ടോ. അല്ല, ഞാൻ അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാനും കാരണം, സാധാരണ ഇപ്പൊ എത്ര നല്ല സിനിമ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 99% നല്ലതാ പറയുന്നത്, 1% എങ്കിലും എവിടെയെങ്കിലും കാണും ഒരു നെഗറ്റീവ് പറയാനോ, അല്ലെങ്കിൽ ഇപ്പം ക്രിറ്റിസിസം ഇസ് ഗുഡ്. ഞാൻ പറയുന്ന ഹെൽത്തി ക്രിറ്റിസിസം അല്ല, അല്ലാതെ ഒരു ക്രിറ്റിസിസം ഉണ്ടല്ലോ, ഒരു കാറ്റഗറി ഓഫ്, അത് വരുന്നതൊന്നും ഞാൻ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ നല്ലത് മാത്രമേ കണ്ടുപോയുള്ളൂ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഫീഡ് മൊത്തം മഞ്ഞുമൽ ബോയ്സ് ആണ്, പ്രേമലു, അങ്ങനെ നല്ല ഇപ്പം റെലവെൻ്റ് ആയിട്ട് നിൽക്കുന്ന നല്ല മൂവീസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ കാണുന്നത്. നല്ല കാര്യങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കാനും കാര്യം. ഇത് ഞാൻ കണ്ടില്ല. അത് കുറച്ചുകൂടെ ന്യൂസിലൊക്കെയാണ് കാണിക്കുന്നത്. അതാ ഇൻസ്റ്റാഗ്രാം ഡിസ്കഷനിലേക്ക് വന്നിട്ടില്ല. ഞാനിപ്പോൾ ന്യൂസ് അറിയുന്നതല്ല ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്, അതുകൊണ്ടാണ് പറ്റിപ്പോയത്. സോറി, ക്ഷമിക്കണം. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇറ്റ്സ് ലൈക്ക് അല്ല, ക്രിറ്റിസിസം നമുക്ക് ഓക്കെയാണ്. ഇപ്പൊ നമ്മൾ എടുത്തല്ലേ പറ്റുള്ളൂ. നമ്മൾ പണിക്കിറങ്ങി കഴിഞ്ഞാൽ ക്രിറ്റിസിസം ഉണ്ടാവും എന്തായാലും. നമ്മൾ എടുക്കുക, അവരെന്താ പറയുന്നത് നോക്കുക. അത് ഉള്ള കാര്യമാണെങ്കിൽ നമുക്കത് ബെറ്റർ ആക്കാൻ നോക്കാം. അല്ലാണ്ട് അത് വെച്ചിട്ട് അവരെ ചീത്ത പറഞ്ഞ് അവർക്ക് റിപ്ലൈ കൊടുത്ത് നിന്നെ വീട്ടിൽ കയറി തല്ലൂടാ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അവരിഷ്ടമുള്ള പറഞ്ഞിട്ട് പോട്ടെ. നമ്മൾ ബെറ്റർ, നമ്മളെന്തെങ്കിലും ഒരു കുഴപ്പമില്ലാതെ അവർ പറയില്ലല്ലോ. അല്ല, അവർക്ക് അവരുടെ ഒരു ഒപ്പീനിയൻ പറയാൻ അവർക്ക് എന്തായാലും അവകാശം ഉണ്ട്. അപ്പൊ അവര് പറയട്ടെ. നമ്മളത് കാര്യമാണെങ്കിൽ നമ്മൾ എടുക്കണം. അത് അല്ലാതെ ഒരു വളർച്ചയൊന്നും ഉണ്ടാവില്ല. ആക്ടിങ് പണ്ട് തൊട്ടേ ഇഷ്ടമാണോ? ആണ്. എപ്പോ തൊട്ട്? ജനിച്ചപ്പോ തൊട്ട്.
അതെങ്ങനെ ജനിക്കുമ്പോ എങ്ങനെ അറിയാനാ? വർത്താനം പോലും പറയാൻ അറിയത്തില്ല. എനിക്കറിയാമായിരുന്നു. പിന്നെ വർത്താനം എനിക്കറിയാമെന്ന് പറഞ്ഞാൽ എന്താ പ്രൂവ് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയാൻ പറ്റില്ല. പ്രൂവ് ചെയ്യാൻ പറ്റുമോ അപ്പോഴേ ഉണ്ടായിരുന്നു? ആ ഉണ്ടായിരുന്നു. എങ്ങനെ പ്രൂവ് ചെയ്യും? എനിക്കറിയാലോ. എനിക്കറിയത്തില്ലല്ലോ. അതെന്തിനാ ഞാൻ എന്റെ അടുത്തപ്പല്ലേ പ്രൂവ് ചെയ്ത് തരണ്ടേ? എനിക്കറിയാത്ത കാര്യല്ലേ എന്റെ അടുത്ത്. ഒന്നോട് ചോദിക്കാം ചോദ്യം. ഒന്നോട് ചോദിക്കാം. ആക്ടിങ് ഇഷ്ടമായിരുന്നു. കട്ട് പറഞ്ഞില്ല. കട്ട് പിന്നെ പോടുന്ന ഇനി ഒരു കട്ടുമില്ല. 3 കട്ടേ ഉള്ളായിരുന്നു. ആ കട്ട് കഴിഞ്ഞ് ഇനി പറയാൻ പറ്റുന്നില്ല. ആക്ടിങ് ഇഷ്ടമായിരുന്നോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ട് നമ്മൾ ഇതാണല്ലോ കാണുന്നത്. അപ്പൊ എന്തായാലും അതിനോടൊരു ഇഷ്ടം പോവും. പിന്നെ നല്ല ക്യാഷാ. അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര പാഷനാ ആക്ടിങ്ങിനോട്. അതുകൊണ്ടും കൂടിയാ. അത് പറയണം, എല്ലാരും പറയേണ്ടത്. ഞാൻ മാത്രം പറയാതിരിക്കണം മോശമല്ലേ. ഭയങ്കര പാഷനേറ്റാ. എന്തേ അച്ഛനാണോ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ചെറുപ്പം തൊട്ട്? ചെറുപ്പം തൊട്ട് നമ്മളതാണല്ലോ കാണുന്നേ. ഞാൻ ലൊക്കേഷനിൽ പോക്ക് കുറവായിരുന്നു. TV-ല് വരുന്ന സിനിമകള് കൂടുതലും കണ്ട് അതുപോലെയൊക്കെ നമ്മൾ ചെയ്തു നോക്കും വെറുതെ ചുമ്മാ. ചെറുപ്പം തൊട്ടേ ഒരു സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചു നേരത്തേക്ക് ക്യാരക്ടറാവും, നായകനാവും. എൻ്റെ അനിയനാണ് കൂടുതൽ കാണാറത്. തനിക്ക് പ്രാന്താണോ അവൻ ചോദിക്കണക്ക് സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഞാനിങ്ങനെ വന്നിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് ഓരോന്നൊക്കെ ചെയ്യുമല്ലോ. ഇത് മെമ്മറീസ് കണ്ടിട്ടാന്ന് തോന്നുന്നു. അവൻ്റെ അടുത്ത് വന്ന് ഞാൻ അച്ചെടുത്ത് ഭ്രാന്തൻ, ശരിക്കും ഭ്രാന്തൻ എന്നുള്ള അങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോണ്ടാവും. എൻ്റെ ഹാങ് ഓവർ ഉണ്ടാവും എപ്പോഴും. അത് കുറച്ച് നാൾ കീപ്പ് ചെയ്യും. ഒരു 2-3 ദിവസമൊക്കെ. നല്ല സിനിമയാണ് ഒരാഴ്ച വരെയൊക്കെ പോകും. അങ്ങനെ പോയ സിനിമ ഉണ്ടോ? മെമ്മറീസ് ഓഫ് മർഡർ, കൊറിയന. പിന്നെ പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. കുറെ പടങ്ങളുണ്ട് അങ്ങനെ ഹാങ് ഓവർ വരുന്ന സിനിമകൾ. ഒരാഴ്ച മെമ്മറീസ് ഓഫ് മർഡർ ഹാങ് ഓവർ ഒരാഴ്ച ഉണ്ടായിരുന്നു എനിക്ക്. എങ്ങനെ ആലോചിക്കായിരുന്നു ഇത് എന്താ ഇനി സംഭവിച്ചിട്ടുണ്ടാവുക. പിന്നെ കുറച്ച് ഈ അടുത്തത് ആ സിനിമയുടെ മെമ്മറീസ് ഓഫ് മർഡറിന്റെ ക്ലൈമാക്സ്, അത് ആ കൊലപാതകം ചെയ്ത ആള് രക്ഷപ്പെട്ടു. ആൾ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് റിയൽ സ്റ്റോറി ആയിരുന്നു. അയാൾ ഈ അടുത്ത് പിടിച്ചു. ഇല്ല, അയാളെ പിടിച്ച് വിഷമിക്കണത് അയാളെ പിടിച്ചത്. ആ സിനിമയുടെ കഥ എങ്ങനെയാണ്, അതൊരു മിസ്റ്ററി പോലെ. അയാൾ ആ സിനിമ എവിടെയെങ്കിലും തിയേറ്ററിൽ ഇരുന്ന് കാണുന്നുണ്ടാവുന്നുള്ളതിൽ അതിനകത്ത് ടൈലൻ ഷോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരൻ ക്യാമറയിലേക്ക് നോക്കുന്ന അയാൾ ആ സിനിമ അയാൾ കാണുമ്പോൾ അയാൾക്ക് ആ ഒരു സാധനം അടിക്കുമല്ലോ, മനസ്സിലായി. അതിന് വേണ്ടിട്ടാ. പക്ഷെ അയാളെ ഈ അടുത്ത് പിടിച്ചപ്പോ ഭയങ്കര ദേശീയ സാധനം പോയി. പക്ഷെ അയാൾ പിടിച്ചത് നമുക്ക് കണ്ടോണ്ടിരുന്ന കിക്ക് പോയി. നമുക്ക് അതിന് ഒരാളെ കാണിക്കുമ്പോ അയാൾക്ക് ഉണ്ടാവുന്ന കിക്കും പോകും. അതായത് ഇപ്പോൾ ഒരു സിനിമ ചെയ്തു, നല്ല സിനിമയായിരുന്നു, പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തു. ചന്തുവിൻ്റെ റോളാണെങ്കിലും ചന്തു ചെയ്തത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെയും കൂടി ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അപ്പം അടുത്തൊരു സിനിമ എടുക്കുന്നു. അപ്പം നമ്മൾ സ്ക്രിപ്റ്റ് ആയിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നതെന്ന് വിചാരിച്ചോ. അത് നമുക്ക് ഔട്ട്കം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം നല്ല കഥ നോക്കി നമ്മൾ എടുത്തു, അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലയോ, അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ചന്തു ചെയ്യുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്യണം. കാരണം അങ്ങനെയും പറയുന്ന ഒപ്പീനിയൻസ് വരുമല്ലോ. പടം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവൻ്റെ ആക്ടിങ് നല്ലതായിരുന്നു. ആദ്യത്തെ പടം പോലെ തന്നെ അങ്ങനെയല്ല. നമുക്ക് നമ്മൾ ആസ് എൻ ആക്ടർ നോക്കുമ്പോൾ അങ്ങനെ ഒരു പോയിന്റ് നോക്കത്തില്ലേ? നമ്മുടെ ആക്ടിങ് നല്ലായിരുന്നു പറഞ്ഞാൽ ചിലപ്പോൾ അത് മോശമായിരിക്കും. പടത്തിൽ നമ്മൾ ഓക്കെ. ഇപ്പം മഞ്ഞുമൽ ബോയ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 11 പേരും സിങ്ക് ആയിരുന്നു. ഇപ്പൊ അത് മഞ്ഞുമൽ ബോയ്സ് സിനിമയെ പറ്റി ഒരാൾ പറയുമ്പോൾ ക്യാമറ നന്നായിരുന്നു, മ്യൂസിക് നന്നായിരുന്നു, അഭിനയം നന്നായിരുന്നു, അങ്ങനെയല്ല പറയുന്നത്. പടം ആസ് എ ടോട്ടലി പടം നന്നായിരുന്നു എന്ന് പറയുന്നത്. ഇതിപ്പോ ക്യാമറ മാത്രം നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അത് ക്യാമറ മാത്രം നന്നായിരുന്നു പറഞ്ഞാൽ സിനിമയെ അത് ഗുണം ചെയ്യുന്നില്ല എന്നാണ്. സിനിമയും ഗുണം ചെയ്യുന്നില്ല. അതുപോലെ ഇപ്പൊ ആക്ടിങ്, അവന്റെ ആക്ടിങ് മാത്രം നന്നായിരുന്നു എന്ന് പറഞ്ഞ അങ്ങനെ നോക്കുന്ന ആളാണോ? സിനിമയെ ഗുണം ചെയ്യണം എന്ന് നോക്കുന്ന ആളാണോ? ഉറപ്പായിട്ടും. അത് നല്ല ടീം പ്ലെയർ ആയതുകൊണ്ടാ അല്ലേ? അങ്ങനൊന്നുമില്ല. എന്നാലും നമ്മൾ അങ്ങനെ നോക്കണമല്ലോ. നമ്മളുടെ സിനിമയാണല്ലോ നമ്മളത് ചെയ്യുമ്പോൾ. നമ്മൾ അത് പൈസ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയപ്പോഴല്ലോ. അത് ശരിയാണ്. നമ്മൾ പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആ സിനിമ നന്നാക്കാൻ നോക്കണം. അല്ലാതെ നമുക്ക് എല്ലാ സിനിമയും പോയിട്ട് സൂപ്പർ ആകാമെന്നല്ല. നമുക്ക് പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ള. അതെങ്ങനെയാണ് ഒരു ആക്ടറിന് അഭിനയം എന്നതിന് പരിധി ഒരു സിനിമയെ നന്നാക്കാൻ പറ്റുന്നത്? നമ്മളുടെ കൂടെ അഭിനയിക്കുന്നവരെല്ലാവരോടും നമ്മൾ ചർച്ചകൾ, ഡിസ്കഷൻസിലൂടെ
പക്ഷേ ഒരു കാലഘട്ടം വരെയുള്ള സിനിമകളിൽ ഇപ്പം മഞ്ഞുമൽ ബോയ്സിന്റെ ഞാൻ ഒരുപാട് കേട്ടതും ചന്തു പറഞ്ഞ അറിവുമൊക്കെ നിങ്ങൾ ഒരുപാട് സമയമെടുത്ത് ഒരു ഫ്ലാറ്റിൽ നിങ്ങളെല്ലാവരും കൂടെ ആക്ടേഴ്സും ഇപ്പം റൈറ്റേഴ്സോ ഡയറക്ടറോ മാത്രമായിരുന്നിട്ടല്ല, ആക്ടേഴ്സ് അടക്കം ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ മൊത്തത്തിലായിട്ട്. അതായത് ഞാൻ പറയുന്നത് കഥയിലോ അങ്ങനെയല്ല, മൊത്തത്തിലൊരു ടീം വർക്ക് പോലെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ പടത്തിനും നമുക്ക് അത്രയും ടൈമോ അല്ലെങ്കിൽ അത്രയും എഫേർട്ടോ ഇടാൻ പറ്റിയെന്ന് വരത്തില്ലല്ലോ. ശരിയാ, ചില സിനിമകൾ നമ്മളിപ്പോ ഒരാഴ്ച മുമ്പ് വിളിച്ചു പറയും, അപ്പൊ നമ്മൾ അഭിനയിക്കേണ്ടി വരും അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അല്ല, അപ്പോഴും നമ്മൾ ചെയ്യുന്ന ഭാഗം ക്ലിയർ ചെയ്യാൻ നോക്കുക, നമ്മൾ ചെയ്യുന്ന ഭാഗം നന്നാക്കാൻ നോക്കുക എന്നുള്ളൊരു, അവരായിട്ട് ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ അത് നന്നാക്കാൻ നോക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള. നമുക്ക് ആ സിനിമ മൊത്തത്തിൽ അങ്ങോട്ട് മൊത്തം എടുത്തിട്ട് നമ്മൾ കമലാസനൊന്നും അല്ലല്ലോ, അപ്പൊ സിനിമ മൊത്തത്തിൽ നന്നാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ നോക്കും, സിനിമ നന്നാവും എന്നുള്ള ഉറപ്പുള്ള സിനിമകളെ ചെയ്യാറുള്ളൂ. പിന്നെ ചില സിനിമകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും, നമുക്കറിയാവുന്ന ആൾക്കാരായിരിക്കും ഡയറക്ടർ, പ്രൊഡ്യൂസർ. നമ്മുടെ നിലനിൽപ്പിനും ചിലപ്പം വരത്തില്ലേ, ക്യാഷിന് ആവശ്യമുള്ളപ്പോ പോയിട്ടൊരു സിനിമ എനിക്ക് തോന്നി അതിലോട്ടാ പോകുന്നത്. അതിനെ ഞാൻ ആ വാക്കെടുത്തിട്ടത് നിലനിൽപ്പെന്ന്. ഭയങ്കര കമലഹാസൻ ഫാൻ ആയിരുന്നോ? ഞാൻ കമലഹാസൻ ശരിക്കും സിനിമ അഭിനയിക്കുന്നവരാണെങ്കിലും സിനിമ എഴുതുന്നവരാണെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്നവരാണെങ്കിലും കമലഹാസൻ അവർക്കൊരു ദൈവതുല്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ രജനീകാന്ത് ഫാനാ. അല്ല, അങ്ങനെയല്ല, കമലഹാസൻ നമുക്ക് അങ്ങനെ ഒരാളാണ്. കമൽ സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ്, ദൈവതുല്യനായിട്ടുള്ള ഒരാളാ. പുള്ളിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ പക്ഷെ എനിക്കിഷ്ടം രജനീകാന്ത് സിനിമകളാണ് കൂടുതൽ. രജനീകാന്ത് ആസ് എ ഫാൻ, അതിപ്പോ വിജയ് അങ്ങനെ വരുമ്പോ എനിക്ക് ഭയങ്കര അങ്ങനെ രണ്ടുപേരും എനിക്ക് തുല്യ രീതിയിൽ ഇഷ്ടമാണ്. രജനീകാന്ത് കുറച്ചും കൂടെ എന്താ ഒരു തലൈവർ രസികൻ എന്നൊക്കെ പറയൂലേ, രജനീകാന്ത് സിനിമകൾ ഞാൻ ഫസ്റ്റ് ഷോ എങ്ങനെയും കാണാൻ നോക്കും. അന്നത്തെ എല്ലാ ഷോയും കാണാൻ നോക്കും ഞാൻ. സിനിമകളെല്ലാം വിടാതെ കാണാറുണ്ടോ? അല്ല, എല്ലാ ടൈപ്പ് ഓഫ് സിനിമകളും ഭയങ്കര അങ്ങനെയില്ല. പണ്ട് ഞാൻ കാണുമായിരുന്നു, ഇപ്പൊ അങ്ങനെ കാണാൻ സമയം കിട്ടുന്നില്ല. സമയമൊക്കെ ഉണ്ട്, എന്ത് സമയം കിട്ടായി, മടി കാരണം പോവാത്ത. എന്നിട്ടാണ് പോഡ്കാസ്റ്റിനെ വിളിച്ചപ്പം സമയമില്ല, അടുത്ത ആഴ്ച നോക്കാം, നാളെ നോക്കാം, നാളത്തെ കാര്യം പറയാൻ പറ്റില്ല, ചുമ്മാ വെയിറ്റ് ഇടണം, നല്ല ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. ഈ അച്ഛൻ, നമ്മളിപ്പോൾ ഏത് ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ ഇറങ്ങിയാലും നമ്മളുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മളുടെ പാരൻസോ നമ്മളുടെ പുറകിലുള്ള ആരെങ്കിലും ഈ ഫീൽഡിൽ തന്നെ ഉണ്ടെങ്കിൽ ആ ടാഗ് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ചന്തുവിൻ്റെ കേസിലാണെങ്കിൽ സലീം കുമാറിൻ്റെ മോനാണ് എന്നുള്ളൊരു ടാഗ് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ഭയങ്കര ഹിറ്റാണ്, ചന്തു എന്നുള്ള ഐഡൻറ്റിറ്റി പുറത്തു വന്നെങ്കിലും എപ്പോഴും പറയുമ്പം സലീം കുമാറിൻ്റെ മോനാണ് എന്നൊക്കെ പറയുള്ളല്ലോ. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം ആരും ക്രിട്ടിസൈസ് ചെയ്യില്ല ഒരിക്കലും നെപ്പോട്ടിസം അങ്ങനത്തെ കാര്യങ്ങൾ, കാരണം നെപ്പോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൺസെപ്റ്റിൽ എന്താന്ന് പറയാ, ഒരു എന്താ പറയാ, ശരിക്കും അങ്ങനെയല്ല. നെപ്പോട്ടിസിന്റെ അർത്ഥം അങ്ങനെയല്ല. നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ ഒരു മിക്ക കാര്യം നെപ്പോട്ടിസം ആണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ചാൻസ് കൊടുക്കാന്ന് വെച്ചോ, അത് നെപ്പോട്ടിസം. എല്ലാം നെപ്പോട്ടിസം. ഇപ്പൊ 2 സിനിമയിൽ വർക്ക് ചെയ്തു, 3ാമത്തെ സിനിമയിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാവരും, അത് ഒരു തരത്തിൽ നെപ്പോട്ടിസം. എല്ലാം നെപ്പോട്ടിസം. അല്ലാണ്ട് അച്ഛന്റെ മകനായതുകൊണ്ട് മാത്രം, അത് മാത്രമല്ല നെപ്പോട്ടിസം. നമ്മുടെ വിചാരം അച്ഛന്റെ മകൻ, അപ്പൊ എനിക്ക് അത് കുഴപ്പമില്ല, എനിക്ക് ആ ടാഗ് ഓക്കെയാണ്, വർക്കാണ് എനിക്കത്. പിന്നെ അതാണല്ലോ, അല്ലാണ്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് മറ്റേ മല വരച്ചിട്ടൊന്നല്ല ഞാൻ വന്നേക്കണേ. എന്നെ അവര് വിളിച്ചു, ഞാൻ വന്നു. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പം നെപ്പോട്ടിസം ആണ് എന്ന് പറഞ്ഞ ഒരാൾക്ക്, ഞാൻ ഇപ്പോൾ ബോളിവുഡിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആലിയ ഭട്ടിനെയും ഒക്കെ എല്ലാവരും ഇങ്ങനെ നെപ്പോട്ടിസമാണ് എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കിക്കാണുന്നത് നെപ്പോട്ടിസം ആണെങ്കിലും നമ്മൾക്ക് നല്ലൊരു നടിയെ കിട്ടിയില്ലേ, ആ പുള്ളിക്കാരി നന്നായിട്ട് കിട്ടിയ ഒന്ന് കൈപിടിച്ച് കയറ്റാനല്ലേ ഈ പുറകിലുള്ള ആൾക്ക് പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഈ ടാഗ് മാറ്റി ആലിയ ഭട്ട് ആയത് പുള്ളിക്കാരിയുടെ കഷ്ടപ്പാടുണ്ടല്ലേ. അല്ല, അതെന്ന് വെച്ചാൽ അത് സിനിമ ഒരു ബിസിനസ്സാണ്. അത് എന്ത് ചെയ്യണമെന്നുള്ളത്
പ്രൊഡ്യൂസർമാരാണ് തീരുമാനിക്കുന്നത്. പ്രൊഡ്യൂസർമാർ, ഡയറക്ടർമാർ, അവരുടെ ഒരു ഷോ ബിസിനസ്സാണ് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർക്ക് ലാഭം കിട്ടുന്ന എന്താണ് അവർ ചെയ്യും. അത് ഗവൺമെന്റ് ജോലി ഒന്നും അല്ലല്ലോ നമ്മളെടുത്ത് അവർക്ക് കൊടുക്കരുത് ഇവർക്ക് കൊടുക്കരുത് എന്ന് പറയാനായിട്ട്. ഇത് പ്രോപ്പർ ബിസിനസ്സാണത്. അപ്പോൾ അത് അവരങ്ങനെ ചെയ്യുള്ളൂ. ആലിയ ഭട്ട് വരും, ഷാറാലി ഖാൻ വരും, അങ്ങനെ വരും. ചിലപ്പോൾ മറ്റേ പുള്ളി ഫുഡ് വരുന്ന ഷാറുഖ് ഖാൻ, മറ്റേ ആര്യൻ ഖാൻ, ആര്യൻ ഖാൻ എന്നല്ലേ മറ്റേ പുള്ളിയെ ഓർത്ത് സൈഫ് അലി ഖാന്റെ മോൻ ഇമ്രാനോ ഇബ്രാഹിം അവനെ കാണാനല്ലേ ഒന്നുകൂടെ ഭംഗി. സൈഫ് അലി ഖാന്റെ പോലെ ഇരിക്കണ പയ്യനല്ലേ. പക്ഷെ സൈഫ് അലി എനിക്ക് വലിയ ധാരണയില്ല ഇതിനെപ്പറ്റി. ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നന്നായി അവിടെ വെച്ച് നിർത്തിയത്. കാരണം പെട്ടെന്ന് എനിക്ക് ആ ചെറുക്കൻ്റെ മുഖം ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അല്ല, ഞാൻ ഈ ടോപ്പിക്ക് പറയാൻ കാരണം നെപ്പോട്ടിസം എന്ന് ചന്തുവിനെ എനിക്ക് എങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്നത്, കഴിവുണ്ടെങ്കിൽ എനിക്ക് അതിനെ നെപ്പോട്ടിസം ആയിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പം കഴിവുണ്ടെങ്കിൽ നെപ്പോട്ടിസം ആണ്. ശരി, അതെ അതെ അതെ, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് കഴിവുണ്ടെന്ന് ഞാൻ തന്നെ പറയല്ല. പക്ഷെ ഓക്കെ വർക്കാണ് ഞാൻ. പക്ഷെ നെപ്പോട്ടിസം ആണത്. അതില് അതിപ്പോ എന്നെ നെപ്പോ കിട്ടുന്ന നെപ്പോട്ടിസം എന്നൊക്കെ വിളിച്ച ആൾക്കാർ ചീത്ത പറഞ്ഞാലൊന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം അതാണ് ആണല്ലോ. അപ്പൊ പിന്നെ നമ്മളതിനെ എതിർത്തിട്ട് എന്താ കാര്യമുള്ള? ഞാനിവിടെ വരണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ വന്നതാ. അത് എനിക്കിത് താല്പര്യം, ഞാനിവിടെ വരണം. അല്ലാണ്ട് ഞാൻ വഴിമാറി പോകേണ്ട ആവശ്യമില്ല. ഞാൻ വരുമ്പോ ഇതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം വരാനായിട്ട്. ക്രിറ്റിസിസം എന്ന് പറയാൻ പറ്റില്ല ഇതൊന്നും. അവർക്ക് തോന്നിയത് പറഞ്ഞ അവര് പൊക്കോളും. നമ്മളതിനെ ഓവറാക്കാതിരുന്ന അത് തന്നെ. നമ്മളത് അയ്യോ എന്നെ ഇപ്പൊ കിടന്ന് വിളിച്ച് വിഷമിക്കാതിരുന്നത് ഒരു കുഴപ്പമില്ല. അതിൽ വിഷമിക്കാനൊന്നുമില്ല. അല്ല, അത് ഇപ്പം നല്ലൊരു നടന്റെ മകനാണല്ലോ, അതിപ്പോ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനോട് അഭിനയം നിർത്തി പോകാൻ പറയാൻ പറ്റില്ലല്ലോ. എന്നാലും ആ ഓക്കെ, ഒരു 10 വർഷം മുമ്പ് അഭിനയം നിർത്തി പോ, അങ്ങനെ പറയാനും പറ്റില്ലല്ലോ നമുക്ക്. സമയത്തുണ്ട് ജീവിക്കണ്ടേ. ആർക്ക്? എനിക്കും അച്ഛനും. അയ്യോ, ആരോമൽ എന്ത് ചെയ്യുന്നു? ആരോമൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു വിളിച്ചു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവൻ ആപ്പ് ഡെവലപ്മെന്റ് സിനിമയിലേക്ക് വരും. അവൻ വിളിച്ചു ചോദിക്കും. എന്നാലും ചേട്ടനൊരു ധാരണ വേണ്ടേ? എനിക്കറിയൊന്നുമില്ല. ഞാനിപ്പോ ഇന്ന് വരുന്നതുകൊണ്ട് നാളെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനിങ്ങനെ പറഞ്ഞു മറ്റോ പറഞ്ഞു ആൾക്കാർ പറയൂലേ. ഇന്റർവ്യൂലെല്ലാം പോയിരുന്ന് നാണം കെടുത്തുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. ഞാൻ അവനെ നാണം കെടുത്തിട്ടൊന്നുമില്ല. ഏതാണ്ട് എന്തോ ഒരു കലോത്സവത്തിന് പോയതോ എന്തോ അവാർഡ് കിട്ടിയ കഥ. കലോത്സവം നാഷണൽ അവാർഡ്. സോറി, ദൈവമേ, എന്റെ വിവരം ഞാനിത് കട്ട് ചെയ്തോളാം, കുഴപ്പമില്ല. ചന്തുവിന് കുറെ കട്ട് കിട്ടിയില്ല, അപ്പൊ എനിക്കൊരു കട്ട് വേണ്ടേ? എന്താ ഇത്, ഇങ്ങനെയൊക്കെ പറയാമോ? അവനെ എനിക്കറിയില്ല അവന്റെ എങ്ങനെയാണെന്നുള്ളത്. ഞാനൊന്നും ഇടപെടാറില്ല. അവന് സിനിമ ഇഷ്ടമുള്ള ആളാ. ഞങ്ങള് സിനിമ കാണാൻ പോവാറ്, ഒരുമിച്ച് ഞാൻ പോവാറ്. ഞാനൊന്നുമില്ല ഒറ്റയ്ക്ക് സിനിമ ചെയ്യൂ, അല്ലെങ്കിൽ അവന്റെ കൂടെ പോവും. അങ്ങനെ ഈ LLB പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? പോകുന്നുണ്ട്. ഇപ്പൊ SN ലോ കോളേജ് പൂത്തോട്ടയിലാണ് ഞാൻ പഠിക്കുന്നത്. എന്തിനിടയ്ക്ക് എടുത്ത് പറഞ്ഞത്? അതെടുത്ത് എല്ലാവരും അറ്റൻഡൻസ് ഒക്കെ തരാനുള്ളതല്ലേ, ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ. അവർ അറ്റൻഡൻസ് തരുന്ന കാര്യം അവിടെ ഇരുന്ന് വിളിച്ചു പോയി. എന്തിനാതൊക്കെ പറയുന്നത്? ഫ്രീ ആയിട്ടാണോ അറ്റൻഡൻസ് തരുന്നത്? അല്ലല്ലോ, ചെന്നിട്ടല്ലേ തരുന്നത്. അല്ല, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ ഇപ്പോൾ പാർട്ടി ഷോ ഇറക്കാറുണ്ടോ? എൻ്റെ അടുത്ത് ഇറക്കാറുണ്ടോ എന്ന് ചോദിച്ചെന്നുള്ളൂ. ഇല്ലേ, എൻ്റെ അടുത്ത് ഇറക്കാറുണ്ട്. നല്ല അഹങ്കാരമാണ്. അതൊക്കെ അത് പിന്നെ പണ്ട് ഈ കോളേജിലൊക്കെ അഹങ്കാരം കാണിച്ചു നടന്നതിന്റെ കർമ്മ. ഞാൻ എവിടെ അഹങ്കാരം കാണിച്ചു? ഞാനൊരു തങ്കപ്പെട്ട കുട്ടിയായിരുന്നു. ആ ചോദിച്ചു നോക്കാം. അല്ല, അവിടെ ചോദിക്കരുത്, വേറെ കോളേജിൽ ചോദിച്ചാൽ പറയും അത്രയും വൃത്തിയായിട്ടൊരു പെണ്ണെ വരെ കണ്ടിട്ടില്ല. ചന്ദനെ കുറിച്ച് അതൊക്കെ തന്നെ ഞാൻ കേട്ടത്. ഓ, പിന്നെ തെളിയിക്കാൻ കേൾക്കാനൊരു ചാൻസും ഇല്ല. ആര് പറഞ്ഞു? ഞാൻ കേട്ടത് കേട്ടു. അതൊക്കെ തന്റെ ഫ്രണ്ട്സിനാരും കേട്ടത്. എനിക്കങ്ങനെ ഫ്രണ്ട്സ് കോളേജിൽ ഫ്രണ്ട്സ് ഇല്ല, അപ്പൊ തന്നെ അറിയാലോ അവിടുത്തെ ഒരു ഇതറിയാലോ. എന്ന് ചെയ്യാനാ സിംഗം സിംഗിളത വരും കേട്ടിട്ടില്ലേ? അതാണ്, ഒറ്റയ്ക്കേ വരുള്ളൂ. കോളേജിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ. ഹരികുമാർ മാത്രമുണ്ട്. കൊറേ പേരുണ്ടായിരുന്നല്ലോ. അത് നമ്മള് എന്തായാലും നമ്മൾ സിനിമയെ കുറിച്ചല്ലേ പറഞ്ഞിരുന്നത്. എന്താണ് ഒഴിവ് സമയങ്ങളിൽ ചെയ്യാറുള്ള ഹോബീസ് എന്തൊക്കെയാ? അങ്ങനെ അത്യാവശ്യം സിനിമ കാണും തന്നെ. സിനിമ കാണുന്നതിൽ തന്നെ പിന്നെ കിടന്നുറങ്ങും. ഈ ചന്തു ഭയങ്കര ഇന്റലക്ച്വൽ ആണെന്ന് എനിക്കൊരു ധാരണയുണ്ട്. സത്യം ഉണ്ടായിരുന്നല്ലേ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴുണ്ടോ? ഇതുവരെ പോയിട്ടില്ല, മാറിയിട്ടില്ല. ഇല്ല.
അങ്ങനൊന്നുമില്ല. അങ്ങനെയല്ല, ഇപ്പം എന്തെങ്കിലും ഒരു ടോപ്പിക്, എന്ത് ടോപ്പിക്കും ആയിക്കോട്ടെ, പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് യുവർ ഓൺ വിഷൻ. മനസ്സിലായോ? അങ്ങനല്ല, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണയുണ്ട് ഇതിനെക്കുറിച്ചും. അതുകൊണ്ട് ഞാൻ ഇന്റലക്ച്വൽ ആണ്, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ആണോ? ഞാനിപ്പോ എങ്ങനെ പറയാനാണ്? ഓക്കെ, പൊളി. ഞാൻ ഇന്റലക്ച്വൽ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വർക്കായി. ഓക്കെ ഓക്കെ, അതോടെ ഇരിക്കട്ടെ. ഇനി ഇത് പറ, സ്വന്തമായിട്ട് വിശകലനം ചെയ്യേണ്ട ഇത്രയും ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ ഇതുള്ള ആൾക്ക് സ്വന്തമായിട്ട് ഒരു ഇതും കൂടി നടത്തണ്ടേ? ഞാൻ അടിപൊളിയാണെന്ന് എനിക്കറിയാം. ഇന്റലക്ച്വൽ ആയിരിക്കും. അപ്പൊ ആണല്ലേ, അടിപൊളിയാന്നറിയാവുന്നുണ്ട്. എനിക്കറിയാം നല്ല അടിപൊളിയാന്ന്. ആൾക്കാർക്ക് തോന്നാണെങ്കിൽ കുഴപ്പമില്ല, വർക്കായി. അല്ലെങ്കിൽ വർക്കൗട്ട് ആയില്ല. വർക്കൗട്ട് ചെയ്യാറുണ്ടോ? ഇല്ല, പറഞ്ഞപ്പോ മടിയനാ, ഭയങ്കര മടിയനാ. ജിമ്മിൽ പോവും എല്ലാ മാസവും ഒരു ദിവസം. പൈസ കൊടുക്കാനായിരിക്കും അല്ലേ ചാരിറ്റിക്ക്? ഓ, ചാരിറ്റി ചെയ്യാൻ പോകുന്നതാണല്ലേ? ഇല്ല, ജിമ്മില് എന്റെ ജിമ്മ് ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ ഒരു ജിമ്മുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവളവിടെ വർക്കൗട്ട് പോണേ. അപ്പൊ ഞാനാണ് പുള്ളിക്കാത്തി ചേർക്കുന്നത് അവിടെ. പുള്ളിക്കാത്തി ഒരു വർഷമായിട്ട് അവിടെ പോകുന്നുണ്ട്. അപ്പൊ അവിടെ ജിമ്മിൽ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി കഴിഞ്ഞപ്പോ ആ ജിമ്മിന്റെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ആ ജിമ്മിലുള്ള ആൾക്കാര് ഇവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ചന്തു ആ ഫ്ലാറ്റിലാണ്. അപ്പൊ ജിമ്മിൽ എന്റെ ഫ്ലാറ്റിന്റെ താഴെയുള്ള ഒരു ഫ്ലാറ്റിന്റെ ഓണർ ആ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ പുള്ളി വന്നിട്ട് പറഞ്ഞു, നമ്മളെല്ലാവരും ചന്തുവിനെ കാണാൻ പോകുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ അവള് പറഞ്ഞു, ചന്തു ഈ ജിമ്മിലെ വർക്കൗട്ട് ചെയ്യണത്. ഞാൻ അവിടെ പോയിട്ട് ഒരു വർഷമായി. ഞാൻ ആ ജിമ്മിലെ മെമ്പറാണെന്ന് പോലും അവർക്കറിയില്ല. ചന്തു ജിമ്മിലെ മെമ്പറാണ്. ഓഹോ, എന്നിട്ടെങ്കിലും പോയോ? ഇല്ല ഇല്ല, നമ്മള് ആ ചീത്തപ്പേര് എന്തിനാ? ആരോമല് പോയിരുന്നു. അപ്പൊ ഞാനവിടെ വെറുതെ. അത് ആരോമൽ ഇവിടെ ആണോ? അല്ല, എന്റെ കൂടെ നിന്നിരുന്ന സമയത്ത് അവൻ പോവായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ടുണ്ട് കാണാനൊക്കെ ആയിട്ട്, എങ്ങനെയുണ്ട് ജിം എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട്. ഇങ്ങനെയുണ്ട്, ഭംഗിയുണ്ട്? കുഴപ്പമില്ല, ഭയങ്കര ചൂടാ അവിടെ. അതുകൊണ്ടാണ് ഇല്ലാത്തോണ്ട് ഞാൻ പോവാത്ത. അതുകൊണ്ടാണല്ലേ മടി പോവാനുള്ള എന്താ ആവതുണ്ടെങ്കിൽ? അതെ, അവിടെ ചെന്നാ ഓക്കെയാണ്, കുഴപ്പമില്ല. എനിക്കൊന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, അങ്ങനെയാണോ? അതെ അതെ അതെ. എന്തൊരു കഷ്ടം. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ചാൻസ് ഒന്നാണോ? എന്റെ ദൈവമേ, വർക്കൗട്ട് എന്ത് ചെയ്യുന്നത് ആണല്ലേ, എന്ത് അഡ്വഞ്ചറും ചെയ്യാൻ റെഡിയാണ്. ഓ, നൈസ് നൈസ്. ഈ ആടുജീവിതത്തിൽ നമ്മുടെ രാജുവേട്ടൻ കുറച്ച് പോലെ വെയിറ്റ് കുറയ്ക്കും എന്നാണോ പറയുന്നത്? ഉറപ്പായിട്ടും. ഇത് പറഞ്ഞപ്പോഴാ ഞാൻ മഞ്ഞുമൽ ബോയ്സിന് വേണ്ടി വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാണോ? സത്യമായിട്ടും. പിന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അയ്യോ, അത് കിട്ടില്ല കഥ. കിട്ടില്ല കഥയൊന്നുമല്ല. മഞ്ഞുമൽ ബോയ്സിന് വേണ്ടി എനിക്ക് കുറച്ച് വണ്ണുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ വെയിറ്റ് കുറക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ രാത്രി പട്ടിണി എടുക്കാൻ തുടങ്ങി. രാത്രി പട്ടിണി എടുക്കും, രാത്രി ഫുഡ് കഴിക്കില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ചെയ്തു, ഞങ്ങൾ ഭയങ്കര കമ്പനിയാണല്ലോ, ചെയ്തു വേണ്ടാ കഴിക്കുന്ന എന്തേലും കുഴപ്പമില്ല. പിന്നെ ഞാൻ കഴിച്ചു തുടങ്ങി. പിന്നെ വണ്ണോട് കൂടി കണ്ടിന്യൂറ്റി ഒക്കെ മാറി. അവിടെ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാരും ഫുഡ് കഴിയാണല്ലോ. എന്തെങ്കിലും പറഞ്ഞോ? കുഴപ്പമൊന്നുമില്ല. കണ്ടിട്ട് കണ്ടിന്യൂറ്റി അങ്ങനെ ചിതു തന്നെ എന്റെ അടുത്ത് പറയണ, കുഴപ്പമില്ല നീ കഴിച്ചോ, നേരത്തെ വല്ല അസുഖമൊക്കെ വരും. നല്ല ഡയറക്ടറാ ചെയ്തു. അതാണ് നമ്മള് ഡെഡിക്കേഷനെ അല്ല, രാത്രിയിൽ ഫുഡ് കഴിക്കാതിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അത്ര ഡെഡിക്കേഷൻ ഒന്നും അല്ല, എങ്ങനെയാലും കുറക്കാന്ന് വെച്ചിട്ട് സിനിമയ്ക്ക് വേണ്ടിട്ടാണല്ലോ. ഡയറക്ടർ പറഞ്ഞാൽ പിന്നെ നമ്മളെ കേൾക്കേണ്ട ആവശ്യമില്ല. കഴിക്കാറില്ല നമുക്ക്. ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓവർ ആത്മാർത്ഥത കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ആടുജീവിതത്തിൽ വെയിറ്റ് കുറച്ചോലെ കുറയ്ക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് രാജണ്ണയുടെ ഒരു ഇത് പറഞ്ഞായിരുന്നു, മറ്റേ ഇതുപോലെ നല്ല നല്ല സിനിമകൾ വരുന്നത്, അടുത്തടുത്ത് വരുന്ന നല്ല സിനിമകൾക്ക് ഒരു എന്താ പറയുക, ഒരു സംഭവമാണ് കൊടുക്കുന്നത്. കറക്റ്റ് വാക്ക് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് പറയാത്തെ. അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഇപ്പൊ പ്രേമലു, ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ് ഒക്കെ പുറത്ത്. മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടില് കുറച്ചും കൂടി വലിയൊരു. അപ്പൊ അടുത്തൊരു മലയാള സിനിമ വരുമ്പോ ഞാൻ പടം പാക്കാം എന്നുള്ളൊരു സാധനം വരുമല്ലോ, മലയാളപ്പടത്തിന് കുറച്ച് ഇത് വരുമ്പോ നമ്മളെ ഇൻഡസ്ട്രി വലുതാവുക. അങ്ങനെ അതിപ്പോ പ്രേമം ഇറങ്ങിയ ടൈമിൽ അതിന്റെ അത് കഴിഞ്ഞ് വന്ന കുറച്ച് മലയാള പടങ്ങൾക്കൊക്കെ തമിഴ്നാട്ടിൽ ഇതുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ പണ്ടും മലയാള സിനിമയ്ക്ക് ഇതുണ്ട്. നമ്മളുടെ പടമാണ് ഇപ്പോഴത്തെ അവിടുത്തെ ടോപ്പ് ഗ്രോസർ മലയാളത്തിൽ നിന്ന് അന്യഭാഷ ചിത്രങ്ങളിൽ എൻ ഗെയിമൊക്കെ കഴിഞ്ഞു. എൻ ഗെയിമൊക്കെ താഴെ പോയി ക്രോസ് ചെയ്തു തമിഴ്നാട്ടിൽ.
നൈസ് നൈസ്. ശരിക്കും മലയാളം ഇൻഡസ്ട്രിക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പല സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇപ്പം ഞാനിപ്പോൾ കൊറിയൻ വരെയൊന്നും കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജ് മൂവീസും ഓൾമോസ്റ്റ് ഞാൻ കാണാറുണ്ട്. പിന്നെ ഇംഗ്ലീഷ് എന്താ കൊറിയൻ സിനിമ കാണണമെന്നൊന്നുമില്ല. അല്ല, ഞാൻ കണ്ടിട്ടില്ല. വാസ്റ്റ് നോളജ് എല്ലാ ലോകത്തുള്ള എല്ലാ സിനിമയും കണ്ടാലും മറ്റേ ഒന്നുമില്ല. നമ്മളിപ്പോ മലയാള പടം മാത്രം കണ്ടാലും അത് മതി. സിനിമ മലയാള പടം അല്ലെങ്കിൽ ഇപ്പൊ തമിഴ് പടം കണ്ടിട്ടുണ്ടെങ്കിലും തമിഴ് സിനിമ മാത്രം കാണുന്ന ആൾക്കാരെ പുച്ഛിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മറ്റേ ഇത് കണ്ടിട്ടില്ലല്ലോ, ഇന്തോനേഷ്യൻ മൂവി ഉണ്ട്, അത് മറ്റത് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. സിനിമ ഇത് ചെയ്യാനാണെങ്കിൽ ഏത് സിനിമ കണ്ടാലും ഓക്കെയാണ്. അതെ, ഇപ്പൊ ഒരു മോശം സിനിമ കണ്ടാലും നല്ലതാ. എനിക്ക് മോശം സിനിമകൾ എന്ന് പറയുന്നത് സിനിമകൾ കാണാൻ ക്യൂരിയോസിറ്റി കൂടുതലാ. എന്തുകൊണ്ട് മോശം പറഞ്ഞു എന്നറിയാം. അത് നല്ലതാ, അങ്ങനെ കാണുന്നത് നല്ലതാ. അതിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് മലയാള സിനിമയ്ക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആളുകൾ ഈ മെയിൻ മൂവീസ് എന്തായാലും അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മണിച്ചിത്രത്താഴ് എടുത്ത് നോക്കിയാൽ തന്നെ അവിടുന്ന് തൊട്ടേ നമുക്ക് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലത്തെ സിനിമകളൊക്കെ അങ്ങനത്തെ ആളുകൾ പറയാൻ, ഇപ്പോൾ കാതൽ വന്നപ്പോൾ അങ്ങനത്തെ ചില ടോപ്പിക്കുകൾ ആളുകൾ പറയാൻ ഭയക്കുന്ന ടോപ്പിക്കുകളാണെങ്കിലും ഇവിടെ ആ റിസ്ക് എടുക്കാൻ പലരും തയ്യാറാണ്. പല ഡയറക്ടേഴ്സ് ആണെങ്കിലും പല ആക്ടേഴ്സ് ആണെങ്കിലും റിസ്ക് എടുക്കാൻ തയ്യാറാണ്. പക്ഷേ എന്നാൽ അതിനുള്ളത് ഇതുവരെ റീച്ച് ആയിട്ടില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ല, മലയാള സിനിമ പണ്ട് മുതലേ റിസ്ക് എടുക്കുന്ന ആൾക്കാരാ. പണ്ട് മുതലേ വർഷങ്ങൾക്ക് മുതലേ റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ് മലയാള സിനിമയിലുള്ള ആളുകൾ. എല്ലാ ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ OTT വന്നതോടുകൂടിയാണ് കൂടുതൽ ആൾക്കാർ, അത് പുറത്തുള്ള ആൾക്കാർ. നമുക്ക് തിയേറ്റേഴ്സ് കുറവായിരിക്കും. തിയേറ്ററിൽ വന്ന മലയാളം പടം കാണുന്ന ആളുകൾ കുറവായിരിക്കും പുറത്തൊക്കെ. തമിഴ്നാട്ടിൽ പുറത്തൊക്കെ വേറെ സ്റ്റേറ്റ്സിലൊക്കെ തിയേറ്ററിൽ വന്ന് പടം കാണുന്ന കുറവായിരിക്കും. ഇപ്പോൾ OTT വന്നതോടുകൂടി അവർക്ക് സുഖമാണ് കുറച്ചും കൂടെ കാണാനായിട്ട് സിനിമ. അപ്പം അതാണ് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങിയത് ഇപ്പോൾ. അത് ഈ OTTയുടെ ഒരു ഇതാണ്. OTTക്ക് നല്ലതുണ്ട്, മോശം വശമുണ്ട്. OTTയുടെ നല്ല വശം അത് കൂടുതൽ ആൾക്കാരിലേക്ക് വേറെ സ്ഥലങ്ങളിലോ വേറെ ലാംഗ്വേജ്, കാരണം എന്ന് വെച്ചാൽ ഡബ് ചെയ്ത് ഇറക്കുന്നുണ്ട് OTTയിൽ, സബ് ടൈറ്റിൽ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും കാണാൻ എളുപ്പമാണ്. പിന്നെ നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും പുറത്തുള്ള ആളുകൾക്ക്. അത് നല്ല സിനിമകൾ കണ്ടാണ് അടുത്തത് വരുമ്പം ഓക്കെ ഇത് കണ്ടു നോക്കാം, അത് കണ്ടു നോക്കാം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സംഭവം വരും. ഇപ്പൊ എന്തായാലും മലയാള സിനിമയ്ക്ക് നല്ല സമയം. ഇത് ഈ ഒരു മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, ഇപ്പൊ അങ്ങനെ എല്ലാ ഇനി ഇറങ്ങുന്ന സിനിമകളൊക്കെ നല്ലതാവുന്നൊന്നുമില്ല. നല്ലതായിരിക്കാം, പക്ഷെ ഇത്ര അക്സെപ്റ്റൻസ് കിട്ടണമെന്നൊന്നുമില്ല. അത് ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് അക്സെപ്റ്റൻസ് കിട്ടുന്നത് തന്നെ. നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ ജോജി സിനിമയൊക്കെ ഇറങ്ങിയില്ലായിരുന്നു കോവിഡിൻ്റെ സമയത്ത്. അത് ഭയങ്കര നല്ല ഒരു കഥയായിരുന്നു. എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്ത സിനിമ. പിന്നെ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമയാണെങ്കിലും അങ്ങനെയുള്ള നമ്മളുടെ നാട്ടിൽ, കാരണം അതിലെ സീനുകളൊക്കെ വരുന്നത് നമ്മളുടെ നാട്, നമ്മളുടെ വേ ഓഫ് ടോക്കിംഗ്, നമ്മളുടെ വേ ഓഫ് ഡ്രസ്സിങ്, അങ്ങനെ കുറേ കാര്യങ്ങളല്ലേ വരുന്നത്. പക്ഷെ അതിനെ എങ്ങനെയാണ് ഈ വാസ്റ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റുക? ലാംഗ്വേജ് എന്നുള്ള ഒരു സംഭവം ഉണ്ട്, ബാരിയർ ഉണ്ട് കാണാതിരിക്കാൻ. പക്ഷെ കൾച്ചർ വരുമ്പോഴും കാര്യങ്ങൾ വരുമ്പോഴും ഒക്കെ ആളുകൾക്കൊരു ജഡ്ജ്മെന്റ് വരത്തില്ലോ, ഇത് കേരളത്തിൽ നടക്കുന്ന കഥയാണ് അല്ലെങ്കിൽ ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ തമിഴ് സിനിമ കാണാറില്ലേ? നമ്മൾ തമിഴിൽ ഇറങ്ങുന്ന എല്ലാ പടം കാണില്ലേ? നമ്മൾ കാന്താര കാണാറില്ലേ? അതുപോലെ അവരും കാണും. സിനിമ നന്നായാൽ മതി. കാന്താരയൊക്കെ നമ്മളെ കൾച്ചറായിട്ട് എന്ത് ബന്ധം ഉണ്ടായിട്ടോ നമ്മൾ കാണുന്നത്? ബന്ധമുണ്ട്, ചെറിയൊരു സംഭവം. പക്ഷെ എന്നാലും അതുകൊണ്ടൊന്നുമല്ലല്ലോ നമ്മൾ കണ്ടത്. പക്ഷെ എപ്പോഴും നമ്മളിങ്ങനെ സിനിമ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ നോക്കില്ലേ? ഇല്ലേ, ചുമ്മാ ഇങ്ങനെ സിനിമയിൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാനുണ്ടാവും. ഇപ്പൊ ഇൻഡസ്ട്രിയലാറിൽ നമ്മള് സ്പേസിൽ പോയിട്ട് മറ്റേത് കണ്ടുകൊണ്ടൊന്നുമല്ലോ, അവരുടെ അച്ഛൻ മകൻ അല്ല മകൾ ബന്ധമാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൂടുതലും. അല്ലാതെ നമ്മളാരും സ്പേസിൽ പോയിട്ട് അവിടെ പോയിട്ട് 3 ഡയമെൻഷൻ 5 ഡയമെൻഷൻ ഒന്നും കണ്ടിട്ടൊന്നുമല്ലോ. അത്രേ ഉള്ളൂ. അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും സിനിമയിൽ. ഇപ്പൊ ഒരു മോശം സിനിമയിലോ നല്ല സിനിമയിലോ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാനുണ്ടാവും. ഒന്ന് റിലേറ്റ് ചെയ്യാനുള്ള സിനിമകളാണ് ഭയങ്കര മോശം സിനിമ എന്ന് പറയുന്നത്. അതിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ മഞ്ഞുമൽ ബോയ്സിൽ പുള്ളി താഴേക്ക് വീഴുന്നു, രക്ഷിക്കാൻ കൂട്ടുകാരൻ ഇറങ്ങുന്നു. അങ്ങനെ ചന്തുവിൻ്റെ ലൈഫിൽ ഈ ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ ഞാൻ ചോദിച്ചു തീർന്നില്ലല്ലോ. ഇത് പറ, ചന്തുവിൻ്റെ ലൈഫിൽ നടന്നിരുന്നെങ്കിൽ ചന്തു ചാടുമായിരുന്നോ രക്ഷിക്കാൻ? ഉറപ്പാണോ? അതെന്താ? ആളനുസരിച്ചിരിക്കട്ടോ. അപർണ വീണ ഞാൻ ഇറങ്ങും തോന്നുന്നുണ്ടോ? ഇല്ല, അറിയാലേ. നിന്നെ ഞാൻ വീഴ്ത്താൻ കൊണ്ടുവന്ന അടിയെന്ന് പറഞ്ഞിട്ട് വേണം പോകും. അങ്ങനെ വീഴ്ത്തൊന്നുമില്ല, എന്നാലും രക്ഷിക്കില്ല.
ദുഷ്ടനാണോ തന്നെ? സത്യസന്ധമായിട്ട് പറയാലോ, എന്തുവാടി അത്ര റിസ്കി എടുക്കില്ല. ആരൊക്കെ വീണ ഇറങ്ങും, എനിക്കറിയാം. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. അതൊന്നും പറഞ്ഞു. മഞ്ഞുമൽ ബോയ്സിൽ ആര് വീണാലും ഞാൻ ഇറങ്ങും. ഓ പൊളി. പിന്നെ എനിക്ക് എന്റെ ബോയ്സിൽ ആര് വീണാലും ഇറങ്ങും. ഓക്കെ. എൻ്റെ ബോയ്സ് എങ്ങനെ ഈ സിനിമ കണ്ടപ്പോൾ പലർക്കും ഈ ബോയ്സ് പ്രത്യേകിച്ച് ഗേൾസിന് അധികം ട്രിപ്പ് പോകാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. അങ്ങനൊന്നുമില്ല. അല്ല ഞാനൊക്കെ പോയിട്ടുണ്ട്. അതെ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളൊക്കെ സോളോ ട്രിപ്പ് അടിക്കും. പിന്നല്ല എൻ്റെ ചേച്ചി പോകാത്ത സ്ഥലങ്ങളില്ല. എനിക്കൊക്കെ നാടോ കണ്ടു കഴിയുമ്പോ സോളോ ട്രിപ്പ് ഒക്കെ പോയിട്ട് തന്നെ രാജസ്ഥാനിലൊക്കെ. എന്നെ ഇപ്പോഴും വീട്ടിൽ നിന്നുള്ളത്. എന്നെ വീട്ടിൽ നിന്ന് വിടാൻ തന്നെ മടിയാ, രാവിലെ എഴുന്നേക്കാൻ മടിയാ. വീട്ടിൽ നിന്ന് വിടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മൂന്നാറ്, ഊട്ടി, കൊടൈക്കനാലൊക്കെ വിടും. പിന്നെ എനിക്ക് പേടിയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് കാണിക്കാൻ വേണ്ടി. ഞാൻ ആദ്യം പോയി കണ്ടത് ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു. രണ്ടാമത് വീട്ടുകാരുടെ കൂടെ പോയപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഈ സിനിമ കണ്ടിട്ട് നീ ട്രിപ്പ് വിടാതിരിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, പുള്ളിക്കാരി ഈ സിനിമയിൽ മുഴുകിയിരുന്നത് കൊണ്ട് ആ ഒരു തലത്തിൽ ചിന്തിക്കാഞ്ഞത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഈ സിനിമ കണ്ടപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ചിന്തിച്ചോണ്ടിരുന്നത്. ഞാനും അതാ ചിന്തിച്ചത്. എൻ്റെ ഏതൊക്കെ കൂട്ടുകാർ വീണം ഞാനും പുറകെ പോകും രക്ഷിക്കാൻ എന്നായിരുന്നു ചിന്തിച്ചോണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഫ്രണ്ട്സ് അല്ല. കൊള്ളാം. അയ്യോ അങ്ങനെയല്ല കേട്ടോ, ഇവിടം വരെ എത്തി കാര്യങ്ങൾ. കൊള്ളാം. ഓക്കെ അല്ല, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഇറങ്ങിയ വീണിട്ടുണ്ടെങ്കിൽ പോയെടുക്കും. അതുമല്ല ഇനി എന്തിനാണ് താൻ എന്നെ ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നത്? പരിചയക്കാരി ഇല്ല, അത് പിന്നെ നമ്മളങ്ങനെ പറയാൻ പറ്റില്ല, ഒരു സാഹചര്യം അനുസരിച്ചിരിക്കും. ചിലപ്പോ പേടിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിലാഷ് പോലെ മാറിയിരുന്നു എന്ന് വരാം. പറയാൻ പറ്റില്ല, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. വീണ ഞാൻ ഇറങ്ങുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിപ്പോ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ വീണിട്ടുണ്ടെങ്കിൽ അവരിറങ്ങുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. എനിക്ക് എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ാം ക്ലാസ് തൊട്ടുള്ള ഫ്രണ്ട്സാ. ഈ റോഡലൊക്കെ, റോഡല്, കടൽ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട്. അവരെല്ലാവർക്കും ഓരോ കടല് പേരുകളുണ്ട്. കടല് കുട്ടികൾ ഓരോ പേരുണ്ടാവും. ചന്തുവിന്റെ പേരെന്താ? കടലാമ. എന്താ കടലാമ എന്നിടാൻ കാര്യം? അതങ്ങനെ ഓരോരുത്തർ. ഇവിടെ ടൈനി ടർട്ടിൽ. അത് പ്രൊമോഷൻ ആയിട്ട് അല്ല, ടൈനി ടർട്ടിലിന് ഇവര് എന്താ ടൈനി ടർട്ടിലിന് പേരിടാൻ കാര്യം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മറ്റേ ആമ പയ്യെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അങ്ങനല്ലേ പറഞ്ഞത് കഥ? എന്താ അതിജീവിക്കും എന്നുള്ളൊരു കഥ വെച്ചിട്ടാ പേരിട്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണോ കടലാമ? മടിയനായതുകൊണ്ടാണോ? പിന്നെന്താ? പുറത്തു പറയാൻ പറ്റില്ല. അങ്ങനെ ഇല്ല, കടലാമെന്ന് വിളിച്ചത് എന്തായിരുന്നു? ഞാനാണ് ആദ്യം എന്റെ പേര് ആദ്യം ഇടുന്നത്. അതിനുശേഷം ഓരോരുത്തർക്ക് കടൽ ചേർത്ത് പേരിടാൻ തുടങ്ങിയത്. കടൽ നിവാസ് എന്നാണ് ഗ്രൂപ്പിന്റെ പേര്. കടൽ നിവാസ്. അല്ല, ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു സിനിമ കണ്ടു കഴിഞ്ഞിട്ട്? ഫ്രണ്ട്സ് ഒക്കെ അടിപൊളി. കാരണം ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഭയങ്കര ഒരു അല്ല, ഞങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന ഫ്രണ്ട്സ് ഒന്നും അല്ല. ഞങ്ങൾ ഇടയ്ക്ക് കാണും. നല്ലൊരു ഫീഡ്ബാക്ക് ഒക്കെ തരത്തില്ലേ? പിന്നെ ഉറപ്പായിട്ടും. പക്ഷെ ഇപ്പൊ കൊറേ പേര് കാനഡയിലാണ്. ആ ഗ്രൂപ്പിലുള്ള 12 കൊറേ പേര് കാനഡയില്, കൊറേ പേര് ബാംഗ്ലൂരുണ്ട്. ഈ ഞാൻ സീരിയസ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചാൽ വെറുതെ പോന്നാലും ആക്ടിങ്ങിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്? മെത്തേഡ് ആക്ടിംഗ് ആണ് എനിക്ക് ഏറ്റവും പറയാൻ അറിയുന്ന ഒരു ആക്ടിങ് ടൈപ്പ്. അതും അറിയത്തില്ല, എനിക്ക് ആകെ അറിയാവുന്നതാണ്. അത് ലാലേട്ടനെ എല്ലാവരും അങ്ങനെ പറഞ്ഞു കേട്ടതുകൊണ്ടാണ് അത് പഠിച്ചത്. ആണോ? പണ്ട് കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല കേട്ടോ, എനിക്കിതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല. ഞാൻ മെത്തേഡ് ആക്ടിംഗ് എന്ന് ലാലേട്ടനെ സംബന്ധിച്ചാണ് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ലാലേട്ടൻ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങാതെ കരഞ്ഞുകൊണ്ടിരുന്നു, ഭയങ്കര മെത്തേഡ് ആക്ടറാണ്. ഇല്ല, കേട്ടിട്ടില്ലേ? ലാലേട്ടനെ പറ്റി ഞാൻ കേട്ടില്ല. പുള്ളി കട്ട് പറഞ്ഞ അപ്പൊ തന്നെ അതിൽ നിന്ന് ഇറങ്ങുമെന്നുള്ളതാണ് ഞാൻ കേട്ടത് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ശരിയാ എന്റെ നോളജ് തെറ്റിപ്പോയതാ. അപ്പൊ മെത്തേഡ് ആക്ടിംഗ് അല്ല, എങ്ങനെയാണ്? കട്ട് പറഞ്ഞ ഞാൻ ഇറങ്ങും. ഓ, അത് ഭയങ്കര കഴിവ് കേട്ടോ. അങ്ങനെ പറയല്ലേ, അലമ്പായിരുന്നൊക്കെ പറയാ ആൾക്കാര്. ആണോ? അല്ല, കട്ട് പറഞ്ഞ അതിപ്പോ എനിക്കറിയില്ല കേട്ടോ. കട്ട് പറഞ്ഞ അത് നല്ലതാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അല്ല, നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും ചിലപ്പം. കാരണം നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിർത്താൻ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനുള്ള കഴിവ് വരുമല്ലോ. അപ്പോൾ അടുത്ത ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് കയറാൻ പറ്റും. അതായത് ഇത് ഇരുന്ന് ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു ടൈമിൻ്റെ ആവശ്യമില്ല.
ഞാൻ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം നടികറിൽ അഭിനയിക്കുന്നത്. നടികറിന്റെ കാര്യം ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. നടികർ എന്താണ് വിശേഷങ്ങൾ പറയാ? നടികർ അത് അങ്ങനെ ഇല്ല, അത് വേറെ ടോട്ടലി ഡിഫറെന്റ് ക്യാരക്ടറാണ്. മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞത് മഞ്ഞുമൽ ബോയ്സിൽ അങ്ങനെ ഞങ്ങളങ്ങനെ എനിക്കറിയാം അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ പറഞ്ഞ പോലത്തെ ആൾക്കാരില്ലേ ക്യാരക്ടറായിട്ടിരുന്ന്. ഞാനങ്ങനെയല്ല, ഞാൻ കട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഓക്കെയാണ്. ഞാൻ മഞ്ഞുമൽ ബോയ്സിന്റെ തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും കട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ശരിയായിരിക്കും. നമ്മളെല്ലാരും ഇരിക്കുവാണല്ലോ, നമ്മള് അങ്ങനെ ക്യാരക്ടർ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് സീരിയസ് ആയിട്ട് മാറിയിരിക്കാനുള്ള ടൈമൊന്നും ഇല്ല അവിടെ. അത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ശരിയാ. അല്ല, ഞാനത് ചിന്തിക്കുകയും ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പരിചയമുള്ള ആളുടെ കൂടെ പോഡ്കാസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അറിയാം, ഒന്നാമത്തെ കാര്യം. അപ്പം എന്ത് ചോദിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. പിന്നെ നമ്മുടെ കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടൈപ്പ് ഓഫ് കോൺവെർസേഷൻസ് അല്ലേ, ആളുകൾ കേൾക്കാൻ താല്പര്യമുള്ള കോൺവെർസേഷൻ ആയിരിക്കില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചിന്ത വരും. പോഡ്കാസ്റ്റ് ചെയ്യുന്ന അറിഞ്ഞ ചിരി വരത്തില്ലേ, അങ്ങനത്തെ ഒക്കെ ഉള്ള. അപ്പം ഈ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ അറിയുന്നവർ ഭയങ്കര ബോണ്ടൊക്കെ ഉള്ളവർ തമ്മിൽ നമുക്ക് പെട്ടെന്ന് ചിരി വരത്തില്ലേ? ചിരി വരും ഇല്ലേ? അല്ല, ചിരി വരും. പക്ഷെ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആണ്. നമ്മളെല്ലാവരും തമാശ കളിച്ചിരിക്കുന്ന, അത് ആക്ഷൻ പറഞ്ഞിട്ട് നമ്മൾ സീരിയസ് ആണ്. അത് കട്ട് പറഞ്ഞു കഴിയുമ്പോ പിന്നെ സീരിയസ് മാറും. അവിടെ ഒന്നില്ലെങ്കിൽ ചിന്തു എന്തെങ്കിലും ബൈക്കിൽ കൂടെ വിളിച്ച് പറയും, എല്ലാ അടുത്തിക്കുന്ന പാല് കാണും, എല്ലാവരും സബീക്ക ആരാണേലും നമ്മളെല്ലാവരും. ജീൻചേട്ടനെ ഞാനങ്ങനെ ഞാൻ ആ ഷോട്ടിലൊക്കെ നമ്മള് ഇവര് നടന്നു പോകുന്ന ഷോട്ടുകളിലൊക്കെ നമ്മളെ മുകളിൽ നിന്ന് ചിരിച്ചോണ്ടിരിക്കുക. ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ മാസ്കിലാണല്ലോ, ഞങ്ങളവിടെ നിന്ന് മുട്ട ചിരിക്കുമ്പോ ഞങ്ങള് ചിരിച്ചോണ്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അവിടുന്ന് അപ്പൊ ഗണുവിനൊക്കെ ചിരി വരും നമ്മളവിടെ ചിരിക്കുന്ന കേൾക്കുമ്പോ. അവർക്ക് അറിഞ്ഞുകൊണ്ടാണല്ലോ ഉടനെ. അപ്പൊ അവര് അലമ്പ് കാണിക്കലോ. അപ്പൊ ടീച്ചർ പറഞ്ഞു പോടാ, ഞങ്ങളിവിടെ ചില്ല് ചെയ്തോണ്ടിരിക്കണം. ഞങ്ങളുടെ മുകളിൽ ഞങ്ങൾക്ക് അന്ന് ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് ടേക്കൊക്കെ പോകുമ്പോ ആൾക്കാർ മാറും, ചില ആൾക്കാർ നോക്കും. അപ്പൊ ഇതിങ്ങനെ എടുത്തോണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ചെറിയ മിസ്റ്റേക്ക് പറ്റും, ക്യാമറയ്ക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ഷേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ ഫോക്കസ് കിട്ടിയല്ലെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ കുറെ ആയി കരയണത് മുകളിൽ ഇരുന്നിട്ട്. അപ്പൊ നമുക്ക് മടുക്കുമല്ലോ അവസാനം. പിന്നെ നമ്മള് കരച്ചിൽ നിർത്താം, നമുക്ക് ചിരിക്കാം. കാരണം നമ്മൾ രണ്ടുപേരും കാണില്ല, നമ്മളവിടെ ചിരിക്കുക നമ്മളവിടെ പറയുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ അനങ്ങുന്നുണ്ട്, ടീച്ചർ എന്നെ പിടിക്കുന്നുണ്ട്, അവിടെ ഇരിക്കണം പറഞ്ഞിട്ട് അങ്ങനെയാ ഷൂട്ട്. എന്നാലും ആ സെറ്റ് ഭയങ്കര ഒരു രക്ഷയില്ല. കാരണം സെറ്റാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ വട്ടം ആദ്യത്തെ വട്ടം കാണുമ്പോൾ ഞാൻ അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയില്ല, ഒന്നും ചിന്തിച്ചെടുത്തില്ല. പക്ഷെ രണ്ടാമത്തെ വട്ടം പോയി കണ്ട് സെറ്റാണെന്ന് അറിഞ്ഞ് കണ്ടിട്ടും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. അത് അജയേട്ടന്റെ സെറ്റും ഷൈജുക്കയുടെ ലൈറ്റിംഗ് കൂടെ വരുമ്പോഴാണ് അതങ്ങനെ ആവുന്നത്. ലൈറ്റിംഗ് ഭയങ്കര സെറ്റ് ഭയങ്കരമായിട്ട് ചെയ്തിട്ട് ലൈറ്റിംഗ് മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയും. ഷൈജുക്ക എന്ന് പറഞ്ഞാൽ ലെജൻഡാണ്. പുള്ളി ചെയ്യുന്ന ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആണ്. അത് നമ്മള് ഫസ്റ്റ് ദിവസം ഷൂട്ടിംഗ് ചെല്ലുമ്പോഴായിരിക്കും പോലെ ആയിരിക്കില്ല അവസാനത്തെ ദിവസത്തെ ലൈറ്റിംഗ്. നമ്മൾ പോരാൻ നേരം നമ്മളങ്ങനെ എടുത്തു പോകുന്നത്. ഫസ്റ്റ് ദിവസം നല്ല വെളിച്ചമൊക്കെയുള്ള, പിന്നെ മഴ പെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ മാറി മാറി ലൈറ്റിംഗ് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് അതിനകത്ത് കയറുമ്പോൾ എപ്പോഴും ഒരു ഭയങ്കര ഒരു പാർക്കിൽ പോയ അവസ്ഥയാ. എന്തായിരിക്കും ഷൈജുക്ക് ചെയ്തേക്കണെന്ന് ഓർത്തിട്ട് നമ്മൾ കയറി പോണത്തേക്ക്. ഫസ്റ്റ് സ്ക്രീനിൽ എപ്പോഴാണ് സിനിമ കണ്ടത്? പ്രിവ്യൂ ഉണ്ടായിരുന്നോ അതോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെയാണോ? സ്ക്രീനിൽ കാണുന്നത് FDFS ആണ്. പിന്നെ ഇടയ്ക്ക് DIയിലൊക്കെ പോയിരിക്കുമ്പോ അങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഫുള്ള് ഒറ്റയടിക്കാണ് കാണുന്നത്. പിന്നെ നമുക്ക് ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഷോട്ട് മുതൽ അവസാനത്തെ ഷോട്ട് എടുക്കുന്നവരെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതായത് ഞങ്ങള് കൊടൈക്കനാലിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ എവിടെ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അന്നെടുത്ത് സീൻ കട്ട് ചെയ്ത് കാണും എല്ലാവരും ഇട്ടുന്നിട്ട്. ചിലപ്പോ അതുവരെ ഉള്ളത് എടുത്തത് കാണും. സ്പോട്ട് എഡിറ്റ് ചെയ്തത് നമ്മൾ കാണും, നമ്മളെല്ലാവരും ഇരുന്ന് കാണും. അതെപ്പോഴും ആ സമയത്ത് നമ്മൾ ഗുണയിലെ അവസാനമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് ചെയ്തത് മറ്റേ വാസി എടുത്തോണ്ട് ഓടുന്ന സീനാ, നീഞ്ചാണ്ട് എടുത്തോണ്ട് ഓടുന്ന. അപ്പൊ അതൊക്കെ അപ്പൊ അവിടെയാണ് മറ്റേ വനിതകളുള്ള അവിടെ പ്ലേസ് ചെയ്തിരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അപ്പോഴും അത് ഒരു വർഷമായിട്ട് ഞാൻ ഈ ഗുണയിൽ പാട്ട് കേൾക്കുമ്പോ കൺമണി അൻപോട് കേൾക്കുമ്പോ എനിക്ക് ഈ സാധനം അടിച്ചോണ്ടിരിക്കുക തലയില്. ഇത് ആൾക്കാർ കാണുമ്പോ എന്തായിരിക്കും, അവർക്ക് കിട്ടാൻ പോകുന്ന ഹൈ എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ഒരു വർഷമായിട്ട് ഇങ്ങനെ ഇത് പാട്ട് കേട്ടുണ്ട്. എല്ലാ ദിവസവും കേൾക്കും ഞാനത്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാനത് ഇടും. ഞാനിങ്ങനെ ഈ സീനുകളൊക്കെ ഇങ്ങനെ ആലോചിക്കും. അത് ഭയങ്കര, അത് നമ്മൾ തിയേറ്ററിൽ ആൾക്കാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നത് ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടണേ എന്നുള്ളത്. നമുക്കിത് ഒരാളോട് പോയി പറയാൻ പറ്റില്ല സിനിമയിൽ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ എനിക്ക് എന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് ഒറ്റയ്ക്ക് വണ്ടിയിലിരിക്കുമ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഒരു വർഷമായിട്ട് കേട്ടോണ്ടിരിക്കുവായിരുന്നു.
ഈ പാട്ട്. ഈ ശരിക്കും ക്ലൈമാക്സ് ആ സീൻ എടുത്തപ്പോ ഈ പാട്ട് പ്ലേ ചെയ്തായിരുന്നു അവിടെ, അതോ അല്ലാതെ അങ്ങനെ പ്ലേ ചെയ്യൊന്നുമില്ല. നമ്മള് സ്പോട്ട് എഡിറ്റില് നമ്മള് ഈ പാട്ട് ഇട്ടിട്ടാണ് നോക്കിയത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള സംഭവം. അപ്പൊ ഭയങ്കര വർക്കായിരുന്നു സാധനം. ഗൂസ്ബംസ് അടിച്ചു, അത് കേട്ടപ്പോ തന്നെ ഗൂസ്ബംസ് അടിച്ചു. പിന്നല്ലേ, ഞാൻ 2 വട്ടം കണ്ടപ്പോഴും, അതായത് ഞാൻ ആ സീനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അമ്മയാണ് എന്നെ ഇങ്ങനെ നോക്കി, ഞാൻ തിരിഞ്ഞിരിക്കും എന്നാൽ പുള്ളിക്കാരിക്ക് ഇത്ര നമ്മളുടെ ജനറേഷൻ പോലെ അവരത്രയും സിനിമ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണില്ലല്ലോ. ഇവിടെ തിരിഞ്ഞിരിക്കും കാണും, ഇതാണ് സീൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ ഓക്കെ എല്ലാവരും ഇങ്ങനെ ഇരുന്നു. എൻ്റെ ചേട്ടൻ കന്നഡികയാണ്, എൻ്റെ ചേച്ചി മാരി ചെയ്ത പുള്ളിക്കാരൻ. പുള്ളിയൊക്കെ ഇരുന്ന് കാണുന്നു. ഞാൻ 2ാമത്തെ വട്ടം കാണുമ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കാമല്ലോ ഇവരെങ്ങനെയാ കാണുന്നത്. അല്ല, ഞാൻ 2ാമത്തെ വട്ടം കാണുന്നത്. അപ്പൊ പുള്ളി ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പൊ എനിക്ക് ഇവരുടെ റിയാക്ഷൻ അറിയാലോ, കാരണം പുള്ളി മലയാളിയല്ല. അപ്പൊ പുള്ളിക്ക് ഇത് എത്രത്തോളം നമുക്ക് കിട്ടുന്ന പോലെ കിട്ടുന്നുണ്ടോ എന്ന് അറിയണ്ടേ. അത് ഞാൻ ഈ അടുത്ത് എവിടെയോ പോയപ്പോ കുമ്പളെങ്കിലെന്തോ അപ്പൊ അവിടെ ബിസാഗിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കവര് കാണാനായിട്ട്. ആ പുള്ളി എന്നെ കണ്ടപ്പോഴേക്കും സുഭാഷ് പോയി പുള്ളിക്ക് ന്യൂസ് സ്റ്റഡി അറിഞ്ഞൂടാ, സുഭാഷ് പോയി അറിയാം. എന്നെ കണ്ടപ്പോ മനസ്സിലായി പുള്ളിക്ക്. ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ പോയത് പുള്ളി. സുഭാഷ് പോയി തന്നെ വിളിക്കണേ. തമിഴ്നാട്ടില് ലൂസ് അടിച്ചെന്ന് പേരുണ്ട് എനിക്ക്. അതായത് ഒരു സ്റ്റോറിയിൽ കേട്ടോ ഞങ്ങള്, അതിങ്ങനെ കണക്ഷൻ പറയുന്നവരെ ഗണു ചിതുവായിട്ടുള്ള ഷൈജു കെ റഹീം ഖാലിദ് റഹ്മാനായിട്ടുള്ള കണക്ഷൻ, പിന്നെ ജീൻ ചേട്ടനും ലാലെങ്കിലും ഞാനും അച്ഛനുമായിട്ടുള്ള അങ്ങനെ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ലൂസടി ചന്തുവിടെ അപ്പ സലിംകുമാർ പറഞ്ഞിട്ട് അങ്ങനെ കുറെ. തമിഴ്നാട്ടിൽ ചെന്നപ്പോഴും അങ്ങനെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ചെന്നൈയിലൊന്നുകൂടെ പോകണ്ടേ ഞങ്ങള് എല്ലാവരും. പിന്നല്ല തമിഴ്നാട്ടിൽ ചെന്ന് ഞങ്ങള് തിയേറ്ററിൽ പോയിട്ട് പടം കണ്ടപ്പോ അടിപൊളിയായിരുന്നു. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. വന്ന് ഒരു അങ്കിള് വന്ന് കെട്ടിപ്പിടിച്ച തന്നെ കരച്ചില്, എനിക്ക് ഭയങ്കര ഇതായി. എന്നിട്ട് എന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം, അത് തെറ്റത് പാവം. പിന്നെ ചന്ദനക്കുറിയൊക്കെ തൊട്ടൊരു പുള്ളി വന്നിട്ട് എന്നെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നന്ദി രക്ഷിച്ചേന്നൊക്കെ പറഞ്ഞിട്ട് ആ മൂട് അവിടെ എല്ലാം ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാ ഫുള്ള്. അപ്പൊ അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക്. പിന്നല്ലേ, എനിക്ക് ക്ലൈമാക്സിൽ എല്ലാരും കൈയടിച്ചു. ഫുള്ള് പടം കഴിഞ്ഞ് ഭയങ്കര മറ്റേ സ്റ്റാൻഡിങ് ഒവേഷൻ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും കിട്ടും നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. മലയാളം ഇൻഡസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ അത്രയും അപ്രിസിയേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ സിനിമയിൽ ഇല്ലാതിട്ടുള്ള ഒരാളായിട്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ വന്നു. അപ്പം നിങ്ങൾക്കൊക്കെ എത്രത്തോളം ഭയങ്കര സറിയൽ മൊമെൻ്റ് ആയിരിക്കത്തില്ലേ അത്? കാരണം 200 കോടി ക്രോസ് ചെയ്യുകയും ചെയ്തു. അത് ഞങ്ങൾക്കിപ്പോഴും ഞങ്ങൾ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടില്ല ഇതുവരെ ഞങ്ങളാരും. അതിപ്പോ ഞങ്ങളാരും എന്താ 200 കോടി അടിച്ച് ഞങ്ങളെ പടം മറ്റേ മറിച്ചെന്നുള്ള സാധനത്തിൽ ഞങ്ങൾ എത്തിയിട്ടില്ല ഇതുവരെ. ആ ഒരു ഹൈയിൽ ഞങ്ങൾ എത്തിയിട്ടില്ല. ഞങ്ങളിപ്പോഴും ഓക്കെ വർക്കായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യം നടന്നു എന്നുള്ളൊരിതേ ഉള്ളൂ. അപ്പോ നമുക്കെന്താ, ഞങ്ങളാരും ഭയങ്കരമായിട്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ അതിന്റെ ഒരു ആഘോഷമോ ഞങ്ങൾ ഇടയ്ക്ക് കൂടാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു, അതായത് നമ്മുടെ മറ്റേ ഇൻഡസ്ട്രീറ്റായി മറ്റേ മറിച്ചായി എന്നുള്ള അതിന്റെ ഒരു ആഘോഷത്തിന്റെ എക്സൈറ്റ്മെന്റ് ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ആർക്കും. പക്ഷെ അത് ശരിക്കും നല്ലൊരു കാര്യമാണ്, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. നമ്മളങ്ങനെ ഒരു നമ്മളല്ലാതെ ഇപ്പൊ പോയിട്ട് എന്താ ഇൻഡസ്ട്രി ഉണ്ടോടാ എന്ന് ആരും ചോദിക്കാറില്ല. അപ്പൊ നമ്മള് അങ്ങനെ തന്നെ നിൽക്കാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. നമ്മളെ അതിൽ തന്നെ നമ്മളെവിടെയാണ് നിന്നിരുന്നത് അവിടെ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. നമ്മളങ്ങും പോയിട്ടൊന്നുമില്ല. അല്ല, ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. എല്ലാവരും അങ്ങനെയാ. അത് ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞു, ഞങ്ങള് മൊത്തം ബോയ്സ് മൊത്തം മഞ്ഞുമൽ ബോയ്സ് അതെ എല്ലാവരും അങ്ങനെയാ. അവർക്ക് അതിന്റെ ഒരു നമ്മളെല്ലാവരും ഇനി ഒരുമിച്ച് വരുമ്പോ ചിലപ്പോ നമ്മള് അത് ഇതായിരിക്കും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വരണം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നിട്ടില്ല. എടുത്ത് ആരെങ്കിലും ഒരാളെ മിസ് ഔട്ടോ ഒരുമിച്ച് വരും ഈ അടുത്തവിടെ എപ്പോഴെങ്കിലും. അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് ആഘോഷിക്കണം എല്ലാവരും കൂടെ. ഇപ്പോൾ ഈ അരുൺ കുര്യനെ പോലുള്ള ആക്ടേഴ്സൊക്കെ ശരിക്കും പുള്ളിയെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയുണ്ട് എന്ന് ഞാൻ പണ്ട് പുള്ളിയുടെ ഏതോ കുറച്ച് സീനുകളൊക്കെയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്, സിനിമകളുടെ കട്ട്സൊക്കെ വരുന്നതൊക്കെ. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് ഇപ്പം അങ്ങനെയുള്ളവർക്ക് ഇനി മുന്നിലേക്ക് വരാനുള്ളൊരു പാത്തും കൂടിയാണ് ഈ സിനിമയുടെ സക്സസ് എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കോ? ഞാൻ എന്നെ ഒരു എനിക്ക് അടക്കമുള്ള എല്ലാവർക്കും അങ്ങനെയാണ്. ചന്തു എന്നുള്ള നടനെ ഉറപ്പായിട്ടും അരുണാണെങ്കിലും വിഷ്ണു ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഗണു ആണെങ്കിലും ഗണുവിന്റെ വേറെ ഫേസ്
കാരണം എല്ലാവർക്കും ഞാൻ പണ്ട് ഗണപതിയെ ഒരു വട്ടം എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതും ഗ്രൂപ്പ് ഇന്റർവ്യൂ ആയതുകൊണ്ട് അധികം ക്വസ്റ്റ്യൻസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ചോദിച്ചായിരുന്നു, ഒരു ബാലതാരം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നീട് സിനിമയിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം ടു, അതായത് ഇപ്പം ബാലതാരം എന്നുള്ളൊരു ടാഗ് മാറി. ഇപ്പൊ ബാലതാരൊന്നുമല്ല, അതൊന്നും ചിന്തിക്കും. ഞാൻ അതെ, ഞാൻ പാലപ്പഴമൊക്കെ മറന്നുപോയി. പിന്നെ ഈടെ ഇരുന്ന് ഇങ്ങനെ ഓർത്തപ്പോഴും ഹിന്ദി സിനിമ വിളിക്കേണ്ട ആൾക്കാർ കാസ്റ്റിംഗ് ചെയ്യാനായിട്ട്. ഓ മൈ ഗോഡ്. ഇനിയിപ്പോ ഗണപതിക്ക് ഒരു മെസ്സേജ് അയക്കാം, അങ്ങനെയെങ്കിലും ഞാൻ എവിടെയെങ്കിലും കാസ്റ്റ് ചെയ്യപ്പെട്ടെ. അയ്യോ, ഇതറിഞ്ഞ് ഗണപതിക്ക് ആരും മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. ഗണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിനിമയില് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആണ്. അല്ല കാര്യമായിട്ട് പറഞ്ഞ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ് ഗണുവിന്. ഇപ്പൊ ഈ സിനിമയിൽ ആരാണേലൊക്കെ കാസ്റ്റ് ചെയ്യാം, പക്ഷെ പുള്ളി ആ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കിയെടുത്ത് അങ്ങനെ കാസ്റ്റ് ചെയ്യുന്ന ആളാണ്. അല്ലാതെ ഇപ്പോൾ ഇന്ന ആളെ കാസ്റ്റ് ചെയ്യുക കുറച്ചുകൂടി ഷെയർ വാല്യൂ ഉണ്ടാവും അയാളെ കാസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതൊന്നുമല്ല. ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ട് കാസ്റ്റിങ്ങിലൊക്കെ. ഇപ്പൊ ഈ ചിദംബരത്തിനെ കുറിച്ച് പറയുമ്പോൾ മറ്റേ ജാനമനില് ഒരു യങ് ഡയറക്ടറിനെ പിടിച്ച് നായകനാക്കുന്നു, പിന്നെ ജീനെ പിടിച്ച് ഇതില് നടനാക്കുന്നു. അങ്ങനെയുള്ളൊരു പ്രത്യേകതരം ഡയറക്ടറാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രോള് കണ്ടായിരുന്നു. എന്താണ് പറയാനുള്ളത്? അല്ല, ഇപ്പൊ എനിക്ക് ഗണുവാന്ന് തോന്നുന്നു ബേസിലേട്ടന്റെ പേര് പറയുന്നത്. ഗണുവാ അതിന്റെ കാസ്റ്റ് ഡയറക്ടർ ഗണുവായിരുന്നു. ആണോ? അപ്പൊ ഇതില് ജീൻ ചേട്ടന്റെയും അത് ഗണു തന്നെയാ. അത് എനിക്ക് ആ ക്യാരക്ടർ ഗണുവിന്റെ അടുത്ത് ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ജീൻ ചേട്ടനാ മനസ്സിൽ വന്നേ പെട്ടെന്ന്. നമുക്കറിയാവുന്ന ജീൻ ചേട്ടൻ എന്റെ മനസ്സിൽ വന്ന. അപ്പൊ ഗണു ഇങ്ങനെ പറഞ്ഞാൽ ജീൻ ചേട്ടനായിരിക്കുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഗണുവിന്റെ അടുത്ത് എനിക്കും അത് തന്നെ ജീൻ ചേട്ടൻ തന്നെ മനസ്സിലാവുന്നേ എന്നിട്ട് പറയുമ്പോ. അങ്ങനെ ജീൻ ചേട്ടൻ വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മള്. ജീൻ ചേട്ടന്റെ ആ ഒരു വേറൊരു ഫേസ് കാണാനായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ജീൻ ചേട്ടന്റെ പടത്തില് വേറൊരു മൂടാ. അതെന്ന് വെച്ചാൽ ഭയങ്കര നാച്ചുറലാ, ഭയങ്കര നാച്ചുറലാ. അതൊന്നും ആരും ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നൊന്നുമല്ല, ഒക്കെ കഴിയുന്നിരുന്ന ഫുള്ള്. അതിപ്പോ നമ്മള് ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല. അത് അപ്പൊ തോന്നുന്നത് ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടുള്ള ആക്ടിങ് ആണ് ഈ ചേട്ടന്റെ. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മളിപ്പോ എന്തായാലും ചെയ്യുമ്പോ നമുക്ക് പറഞ്ഞു തരാനും. നിങ്ങളുടെ ആ ഇടയിലുള്ള ഒരു കോർഡിനേഷൻ മൊത്തത്തിൽ എന്തായാലും സിനിമയിൽ ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. കാരണം അത് നിങ്ങൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ആർക്കായാലും കണ്ടാൽ മനസ്സിലാവുന്ന വിധം അത് തന്നെ ആയിരിക്കാം ആ സിനിമയുടെ സക്സസും എന്ന് അല്ല. ചിദംബരത്തിന് ഭയങ്കര ഗേൾ ക്രഷ് ഒക്കെ അടിച്ചിട്ടുള്ള കുറെ സ്റ്റാറ്റസ് ഒക്കെ എല്ലാവരും ഇടുന്ന കണ്ടായിരുന്നു കേട്ടോ. കുശുമ്പ് തന്നെ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കുശുമ്പുള്ള കാര്യമാണ്. ഓ പിന്നെ എല്ലാവരുടെയും സ്ഥാനത്ത് വെക്കണം. ഞങ്ങളിപ്പോ പ്രൊമോഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മള് പ്ലാൻ ഇട്ടായിരുന്നു, ഡയറക്ടർ വരണ്ട, മ്യൂസിക് ഡയറക്ടർ വരണ്ട, പറ്റുവാണെങ്കിൽ ബാസിനെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളൊരു അങ്ങനത്തെ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് സ്റ്റേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് നമ്മളെ വേണ്ട. സുഷിൻ എന്ന് പറഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു. ചിതുവിനെ കണ്ടിട്ട് പിന്നെ ചിതുവിനെ മതി, ബാസിയെ കണ്ട പിന്നെ ബാസി മതി, പെൺപിള്ളേർക്ക് ബാസി മതി. നമുക്കത് കണ്ടിട്ട് നമുക്ക് സത്യം പറയാലോ എനിക്ക് ഭയങ്കര കുശുമ്പൊക്കെ തോന്നിയായിരുന്നു. സത്യമായിട്ട് കുശുമ്പ് തോന്നിയായിരുന്നു. ഞാൻ ഇപ്പോഴും സമ്മതിക്കും. മറ്റേ ഒരു വീഡിയോ വൈറലായില്ലായിരുന്നോ? ഒരു കുട്ടി സംസാരിച്ചോണ്ടിരിക്കുമ്പം ശ്രീനാഥ് ബാസി ഇങ്ങനെ കാണിക്കുമ്പോൾ മറ്റേ ഏഡി ആയിരുന്നോ? അത് ആർക്കും അറിയത്തില്ലായിരുന്നു ഏഡിയാണെന്ന്. ഞാനും കുറെ കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കി. പക്ഷെ അത് വൈബായിരുന്നു. സ്റ്റീവ് അങ്ങനെയാണ്, സ്റ്റീവ് അങ്ങനെ വൈബ് ചെയ്യുന്ന ആളാ. എന്തായിരുന്നു ശരിക്കും ആ സംഭവം? എന്തായിരുന്നു ആ സെനാരിയോ? അത്ര ചിരി വരാനായിട്ട് എനിക്ക് കണ്ടപ്പോ ഭയങ്കര ചിരി വന്നു. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ പയ്യൻ താഴെ നിന്നിട്ട് പുള്ളി പാട്ടിന് വൈബ് ചെയ്യുന്ന കണ്ടപ്പോ നമ്മള് ചിരിച്ചു, അത്രേ ഉള്ളൂ. അല്ല നമ്മുടെ പയ്യനാണല്ലോ സ്റ്റീവ്, നമ്മള് സ്ഥിരം കാണുന്ന സ്റ്റീവ്. അങ്ങനെ ചിരിക്കുന്നുണ്ടപ്പോ എല്ലാരും ചിരിച്ചു, കൂട്ടത്തിൽ ഞാനും ചിരിച്ചു, പാസ് ചെയ്ത് വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല അതില്. അല്ല, ഗേൾസ് ഫാൻസ് ഒക്കെ എന്ത് പറയുന്നു? ആണല്ലേ? കുശുമ്പും അഹങ്കാരം എല്ലാം ഉണ്ട്. കൂടിയോ? കൂടി എന്താ പറയാനൊരു വിഷമം. കോളേജിൽ ഭയങ്കര ഫാൻസ് ആയിരുന്നു ഗേൾസ്, എനിക്കറിയാം. ഞാനില്ലായിരുന്നു കേട്ടോ അതിൽ. എന്താ ആ ഒരു കോടിയിൽ ഞാനില്ലായിരുന്നു. അങ്ങനെ എന്തോ പറയത്തില്ലായിരുന്നു പണ്ട്, അതിൽ ഞാനില്ല. ഇപ്പം നല്ലൊരു സിനിമ ചെയ്തു, നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി മുന്നിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് പ്ലാൻസ്? ഇതുപോലെ നല്ല സിനിമകൾ ചെയ്യണം, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, എല്ലാവരും പറയണ പോലെ തന്നെ. ഇതിനായിട്ട് വേറെ വ്യത്യാസമായിട്ടുള്ള പ്ലാൻ ഒന്നുമില്ല എനിക്ക്. പ്ലാൻ ബി, പ്ലാൻ എ ഒന്നുമില്ല.
എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഇടയ്ക്ക് ക്യാഷിനോട് ഒരു സിനിമ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞായിരുന്നു ക്യാഷ് തരാൻ ആരെങ്കിലും സിനിമയ്ക്ക് വിളിക്കും എന്തായാലും. അല്ല ക്യാഷിനോട് സിനിമ ചെയ്യണല്ലോ. അല്ലല്ല നിലനിൽപ്പ്. അല്ല അങ്ങനെ സത്യസന്ധമായിട്ട് പറയുന്നത് നല്ല കാര്യം തന്നെ. എന്തിനാ വെറുതെ എല്ലാ സിനിമ നമുക്ക് അത് നോക്കിയിട്ട് സൂപ്പർ പടമായിരുന്നു അതുകൊണ്ട് ചെയ്തതൊന്നല്ല, ക്യാഷ് തരാന്ന് പറഞ്ഞു അതുകൊണ്ട് ചെയ്തു. പിന്നെ നല്ലതാണോ എന്നും കൂടെ നോക്കും അല്ലേ, നമുക്ക് പറ്റുന്നതാണോ നോക്കണ്ടേ. പിന്നെ ക്യാഷ് തരാന്ന് പറഞ്ഞു വിളിച്ചിട്ട് നമ്മളത് ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ നോക്കൊന്നുമില്ല. അല്ലാതെ നോക്കും, നമ്മൾ ഭയങ്കര സെലക്റ്റീവായിട്ട് ചെയ്യുന്നൊന്നുമല്ല. നല്ല സിനിമകളാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യും. അതിപ്പോ ഇനിയിപ്പോ എന്തായാലും ഒരു പടം ചെയ്യുമ്പോ അത് നല്ല രീതിയിൽ വരണം എന്നുണ്ട്. അങ്ങനെ ഇൻഷാല്ലാ. സിനിമയിലേക്ക് ഇറങ്ങിയപ്പോ അച്ഛൻ എന്തെങ്കിലും ഉപദേശം തന്നായിരുന്നോ? സിനിമയിലൊക്കെ ഇറങ്ങിയപ്പോ അങ്ങനെ ഉപദേശം ഒന്നും തന്നൊന്നുമില്ല. അതൊക്കെ നോക്കി കണ്ടൊക്കെ ജീവിക്കാൻ പറഞ്ഞു. അങ്ങനത്തെ അച്ഛനപ്പ ഉപദേശിക്കുന്ന ഒരാളൊന്നുമല്ല. എങ്ങനെയാ നിങ്ങളുടെ ആ ഒരു വൈബ്? കാരണം പുള്ളി നന്നായിട്ട് തഗ് പറയുന്ന ആളാ, അതിൽ മാറ്റമൊന്നും ഇല്ലല്ലോ, അതിലൊന്നും പറയാനില്ലല്ലോ, പറയാൻ സമ്മതിക്കില്ല ഞങ്ങൾ മലയാളികൾ. അതെ. അപ്പം എങ്ങനെ പുള്ളിയോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കാൻ പറ്റും? വീട്ടിലാവുമ്പോൾ അച്ഛന്മാരോടൊക്കെ അല്ലെങ്കിൽ തന്നെ നമുക്കൊരു പേടി, ബഹുമാനം, ഫണ്ണ് എല്ലാം കാണുമല്ലോ. അപ്പം പുള്ളിയെ പോലെ ഒരാളാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിരിക്കുമല്ലോ. ഇല്ല, എന്റെ വീട്ടിൽ അച്ഛനെ കാണാനായിട്ട് തഗ് പറഞ്ഞ അനിയൻ ആരോമല. ഓ, എങ്കിൽ പുള്ളിയൊന്ന് കാണണമല്ലോ. ആരോമല് അതിപ്പോ ഭയങ്കര ഇന്റർവേർട്ടൊക്കെ പോലെ നിക്കുവാനിങ്ങനെ, നമുക്ക് ചാൻസ് കിട്ടുമ്പോ നമ്മൾ അടിക്കാം മൂടാ. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യനാ. അപ്പൊ വീട്ടില് ഫാൻസ് കൂടുതൽ ആരോമല്ല. ശരിക്കും ഫാമിലിയുടെ ഇടയിൽ ഫാൻസ് കൂടുതൽ ആരോമല്ല. അവന്റെ തമാശകൾക്കാണ് കൂടുതൽ ഫാൻസ്. നിങ്ങൾ മൂന്നുപേരുടെ ഇടയിൽ അമ്മ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? അമ്മയും മോശക്കാരിയല്ല. അല്ല, അങ്ങനെ അമ്മ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മളങ്ങനെ അമ്മയുടെ തലയിൽ കയറി അധികം നിരങ്ങൊന്നുമില്ല. പുള്ളിക്കാരത്തിൻ്റെതായ രീതിയിൽ നമ്മളെ അടിച്ചിട്ടോളും. നമ്മളങ്ങനെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഞങ്ങൾ മൂന്നുപേരോട് ഇരിക്കുമ്പോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം കൗണ്ടർ അടിച്ച് നിൽക്കാറുണ്ട്. കൂടുതൽ അച്ഛനും ആരോമലാണ്, ഞാൻ ശിശു. അങ്ങനെ ഭയങ്കര അവരുടെ ഇടയിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അവര് ലെജൻസിന്റെ ഇടയിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണമല്ലോ. അല്ല, പണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. വീട്ടിൽ വിരുന്നുകാർ വരുമ്പം അവരുടെ ഒരു അവസ്ഥ തന്നെയാണ്, കൗണ്ടറടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ, നിങ്ങൾ ആയിട്ടിരിക്കുമ്പം എങ്ങനെയാണ്? ഞങ്ങളുടെ സ്പേസിൽ ഞങ്ങൾ ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും. അച്ഛൻ്റെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സിനിമ ഏതാ, കഥാപാത്രം? ഞാൻ പറഞ്ഞിട്ടുണ്ട് ആണോ? ഏതാ? മാക്രി ഗോപാലൻ, ചട്ടമ്പിതാൾ. അല്ലാതെ വേറൊരു ക്യാരക്ടർ പറയാം. വേറെ എനിക്ക് അച്ഛനകത്തുള്ള സാമുവൽ ഇഷ്ടമാണ്. പിന്നെ പെരുമഴക്കാലത്തിലെ ക്യാരക്ടർ ഇഷ്ടമാണ്, അതിഷ്ടമാണ്. പിന്നെ കോമഡി ക്യാരക്ടർ ആണെങ്കിൽ എനിക്കിഷ്ടം കോമഡി സൊലേല ക്യാരക്ടർ. ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സൊലേല. അതൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചന്തു അത്യാവശ്യം ചെറുതായിരുന്ന സമയത്ത് തന്നെ അല്ലേ ഒരു ട്രാക്ക് മാറ്റം നടന്നിട്ടുണ്ട്? ഇല്ല, ഞാൻ ചെറുപ്പത്തിലെ തന്നെ നല്ലൊരു സിനിമ, ഞാൻ ഒരുപാട് കമലഹാസൻ സിനിമകളൊക്കെ വി ചാനലിലൊക്കെ ഇരുന്ന് കാണുമായിരുന്നു ചെറുപ്പത്തില്. അത് ഞാൻ എൻ്റെ വെല്ലിച്ചൻ്റെ വീട്ടിൽ പോകും. അച്ഛൻ ഷൂട്ടിങ്ങിന് പോകുന്ന ചില സമയത്തൊക്കെ ചിലപ്പോൾ ഞങ്ങൾ വെല്ലിച്ചൻ്റെ വീട്ടിൽ പോകും. അല്ലെങ്കിൽ വെല്ലിച്ചൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് വീട്ടിൽ നിൽക്കും, ചേട്ടൻ അങ്ങനെ ആരെങ്കിലും വന്ന് നിൽക്കും. അങ്ങനെ അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ വി ചാനലിൽ ഇരുന്നിട്ട് ഇങ്ങനെ കമലഹാസന്റെ സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും വെറുതെ, കുഞ്ഞിലെ തന്നെ. എന്നിട്ട് കമലഹാസൻ ഒരു ഐസിന്റെ കത്തി കൊണ്ട് കുത്തുന്ന സിനിമ ഉണ്ട്, അത് ഏതായിരുന്നു? കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. അത് ഐസിന്റെ കത്തി വെച്ച് കുത്തി കഴിഞ്ഞിട്ട് കുറച്ച് മലത്ത് പോവല്ലോ, അങ്ങനത്തെ ഒരു പടമൊക്കെ ഉണ്ട്. ഞാനത് സപ്പോർട്ട് ചെയ്തല്ലോ. അല്ല, അങ്ങനത്തെ ഒരു സിനിമ ഉണ്ട്, അത് ഏതായിരുന്നാണ് അങ്ങനത്തെ കുറെ പടങ്ങള്. പിന്നെ എവിടെയോ നേപ്പാളിലൊക്കെ പോകുന്ന ഒരു സിനിമ, അങ്ങനെ കുറെ സിനിമകള്, പഴയ സിനിമകളൊക്കെ ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നു ചെറുപ്പത്തില്, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ എനിക്ക് ചെറുപ്പത്തില് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനോ അത്ത വീടാണെന്ന് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ടൈം സീരിയസ് ആയിട്ടുള്ള. പിന്നെ ഗ്രാമഫോൺ, അച്ഛനോ അതോടെ അങ്ങനത്തെ കുറെ പടങ്ങളുണ്ട്. അതിലൊക്കെ ക്യാരക്ടേഴ്സ് എനിക്ക് അഭിനയമാണെന്ന് എനിക്ക് അറിയായിരുന്നു. പണ്ട് എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്, ഇന്നലെ അച്ഛൻ ചെറുപ്പത്തിലെ 1ാം ക്ലാസ് ആ ടൈമിലൊക്കെ ഇന്നലെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചപ്പോ ശരിയാ, ഇന്നലെ അച്ഛൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല, ഇവന്റെ വീട്ടിലായിരുന്നു. അപ്പം പറഞ്ഞു ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു, ടി വി വെച്ചപ്പനകത്തുണ്ടായിരുന്നു അച്ഛൻ. ഞാൻ അന്ന് വിചാരിച്ചു, ദൈവമേ ഇനി പുള്ളി ഉള്ള എല്ലാ ടിവിയിലും. അപ്പൊ എനിക്ക് അച്ഛനോട് ഭയങ്കര ബഹുമാനം തോന്നി, എല്ലാ ടിവിയിലും പോയിട്ട് ഇങ്ങനെ അഭിനയിച്ച് നടക്കുവാണോ, നാടകമൊക്കെ കാണുന്ന പോലെ.
അങ്ങനെ വീട്ടിലൊന്നും ചോദിക്കണത് എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ പറഞ്ഞ അങ്ങനെ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്ത് വെക്കണാണ്, നേരത്തെ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കണെന്നൊക്കെ പറഞ്ഞു. അയ്യോ പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു ചിന്തിച്ചോണ്ടിരുന്നത്. ടിവിയിൽ ഇങ്ങനെ കാണിക്കുന്നതല്ലേ. അതായത് ഒരു സിനിമ കണ്ടോണ്ടിരിക്കുന്നില്ല, അതിൽ ലാലേട്ടൻ മരിച്ചു പോകുന്ന സീനാ, അത് കഴിഞ്ഞ് അടുത്ത സിനിമ കാണുമ്പോ വേറെ ഭാര്യ, വേറെ എന്തൊക്കെയോ, എന്താ ഇങ്ങനെ സംഭവമായിരുന്നു. അതങ്ങനത്തെ ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു ചെറുപ്പത്തില്, തീരെ ചെറുപ്പത്തില്. പിന്നെ അത് മാറിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് ഓക്കെ സിനിമ ഇങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലായി, സിനിമ എന്താന്നുള്ള മനസ്സിലായി. അങ്ങനെ എനിക്ക് പിന്നെ ബ്രിഡ്ജ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? മറ്റേ എന്തായിരുന്നു സിനിമയുടെ പേര്, സിനിമയുടെ പേര് എന്തായിരുന്നു? മറ്റേ ആന്തോളജി ഫിലിം അല്ലേ, ഏതാ? മറ്റേ അമ്മയെ കൊണ്ടുവിടുന്നത്. അത് ബ്രിഡ്ജ്. എനിക്ക് അതൊരു മകള്, എന്റെ പൊന്നോ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കരഞ്ഞിരിക്കുന്നത് ആ കേരള കഫേ കണ്ടിട്ടായിരിക്കും, തിയേറ്ററിൽ ഇരുന്നിട്ട്. അതായത് മകള് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് മകള് കാണിക്കും. ബ്രിഡ്ജ് കാണുമ്പോഴേ ഞാൻ കരഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞ് മകള് കാണിക്കും, ലാസ്റ്റത്തെ ലാലങ്ങളുടെ മമ്മൂക്ക ലാൽ ജോസ് പടം പുറം കാഴ്ചകൾ കാണിക്കും, ശ്രീനങ്ങളൊക്കെ ഉള്ള. അതോടെ കാണിച്ചു കഴിയുമ്പോഴേക്കും കയ്യിന്ന് പോകും കാണിച്ചിട്ട്. ഞാനങ്ങനെ ഏങ്ങി കരഞ്ഞ് അന്ന് ഞാൻ അത്രയുള്ള ഒരു ക്ലാസ്സിൽ പഠിക്കുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു അത് കണ്ടിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രിഡ്ജിലെ അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സിംഗിൾ ഷോട്ട് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുള്ളിയുടെ കുറെ ഇങ്ങനെ ലെജൻഡറി ആയിട്ട് ഓർത്തിരിക്കുന്ന മണവാളൻ അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് ഞാനും അങ്ങനെ ഒരു ഉത്തരവാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് കൊള്ളാം, അടിപൊളി, ശരിയാ. കാരണം ഇത്രയും അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതെ. പണ്ട് ഒരു സീൻ, അത് ഏത് സിനിമയിലാന്ന് എനിക്ക് ഓർമ്മയില്ല, മറ്റേ ദുബായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തന്നെ കിട്ടും പൈസ, ആണോ കിട്ടുമോ? അപ്പോൾ അങ്ങോട്ട് നടക്കുമ്പോൾ സിമെന്റ് കാണുന്നതല്ലേ, അല്ല തിരിച്ചു വരുമ്പോഴത്തേക്കിനും മറ്റെന്തോ കാണുന്നു. സോറി, പക്ഷെ അതെനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി ചിരിക്കാൻ, അങ്ങനെ ഒരു സംഭവമുണ്ട്. സോറി കേട്ടോ, ക്ഷമിക്കണേ. ഈ ചന്തുവിൻ്റെ ഈ ക്യാരക്ടർ കണ്ടപ്പോൾ കുറേ കമൻസ് ഞാൻ ശ്രദ്ധിച്ചത്, ഇവനെ ഒന്ന് നോക്കി വെച്ചോ, ഇനി വരുന്ന കോമഡി പടങ്ങളൊക്കെ കിടുമായിരിക്കും എന്നൊക്കെ ഉള്ളൊരു എക്സ്പെക്ടേഷൻ വരുന്നുണ്ട്. കോമഡി ഞാൻ ഭയങ്കര പാടാ, ഈ പിള്ളേർ വിചാരിക്കുന്ന ഭയങ്കര പാടാ. കോമഡി ചെയ്തിട്ടുണ്ടെങ്കിൽ സീരിയസ് റോൾ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. അതാ ഇവരൊക്കെ ഈ ട്രാക്ക് മാറ്റുമ്പോൾ ഇവർക്ക് ഭയങ്കര എളുപ്പമാ. കോമഡി ചെയ്ത് വലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ല. ശരിയാ, എന്ത് സുഖമായിട്ട് ഭയങ്കര ഈസാ പിന്നെ ചെയ്യാനായിട്ടല്ലോ. ചിരിപ്പിക്കാനാണ് പാട് സത്യമായിട്ടും. ബാലുവൊക്കെ ഇല്ലേ, ബാലുവിനൊക്കെ എന്ത് സാധനം കൊടുത്താലും പുള്ളിക്കൊക്കെ ചെയ്യാൻ പറ്റും, കാരണം പുള്ളി കോമഡി ചെയ്ത് വലിപ്പിച്ചിട്ടുള്ള ആളാ. ബാലു ഭയങ്കര എളുപ്പാ. ഈ ബാലുവിന്റെ ക്യാരക്ടർ ഭയങ്കര എന്റെ ഫേവറേറ്റ് സീനുകളിലൊന്നും ബാലു ഒച്ചെടുക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഭയങ്കര ഒച്ചെടുക്കുന്ന ആളാ. അപ്പൊ ഇങ്ങനെ ഞാനും ട്രിപ്പൊക്കെ പോകുമ്പോ ഒന്ന് പതുക്കെ പറ എന്നൊക്കെ പറയുന്ന എനിക്കും കേട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ വട്ടം കണ്ടപ്പോൾ എനിക്ക് ആ സാധനം കറക്റ്റ് കിട്ടിയില്ല, ഈ ഒച്ചയുടെ സാധനം എനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ വട്ടം കണ്ടപ്പോഴേ ശരി, ഈ പുള്ളിക്ക് ഒച്ച കൂടുതലാണെന്ന് പറഞ്ഞാണല്ലോ അവിടെ പറയുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് ചെയ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സീൻ ഭയങ്കര വർക്കായിട്ടുണ്ടെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം കാണുമ്പോ എനിക്ക് അതിന് മുമ്പൊക്കെ ഭയങ്കര കുറച്ച് ഇതുണ്ടായിരുന്നു. നമുക്കുണ്ടല്ലോ സീനുകള്, ബാലുവിനൊക്കെ വട്ടം വെക്കാനുള്ള സീനുകൾ നമുക്കുണ്ടല്ലോ. ഒരു സാധനമൊക്കെ ഉണ്ട് നമുക്ക്, ഇന്റർവെല്ലിൽ നമുക്കൊരു സാധനം ഉണ്ട്, അത് അവസാനം ഒരു ദിവസം ഉണ്ട്. അതുകൊണ്ട് ഓക്കെയാണ്. പക്ഷെ ഈ സീൻ കണ്ടു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും അതൊന്നും ഇതിന്റെ മുമ്പിലൊന്നുമല്ല. ബാലുവിന്റെ ആ ഒരു സാധനത്തിന്റെ മുമ്പിൽ അത് ഭയങ്കരമായിട്ട് വർക്കായി. അത് ബാലു അത് ചെയ്യുന്നത് അവിടെയാണ് എന്റെ കയ്യിൽ നിന്ന് പടത്തിൽ എനിക്ക് ആ പോയിന്റാണ് ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ. അവിടെ എന്റെ കയ്യിൽ നിന്ന് പോയി ആ വിളിയിൽ ഞാൻ കരഞ്ഞു. ഞാൻ ശരിക്കും മുകളിലിരുന്ന് കരയാ, ഞാൻ കരയുന്നു, ബാസി ഇരുന്ന് കരയുന്നു മുകളിൽ. ഞാൻ കാരണം ബാസി എന്ന് പറഞ്ഞാൽ അല്ല, ബാസിന്റെ അത് ഞാൻ താഴെ ഇരിക്കുന്നത്. അതല്ല ഞാൻ തിയേറ്ററിലിരുന്ന് കണ്ടപ്പോ കാര്യം പറഞ്ഞു. ഞാനും ബാസി ഒരുമിച്ചിരുന്നത്. ബാസി അവിടെ കരയുന്നുണ്ട്, ബാസി എല്ലാത്തിനും കരയുന്നുണ്ടായിരുന്നു. ബാസിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടം ഭയങ്കര പുള്ളിയുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ബാസിക്ക് എല്ലാത്തിലും തുടക്കം മുതലേ, അതായത് എല്ലാവരുടെയും, അത് ബാസിയുടെ സിനിമയെന്നല്ല, അതായത് ഇപ്പൊ അരുണിന്റെ ഡയലോഗിനാണെങ്കിലും, അരുണ് മറ്റേ ഇയാളോട് പറയുന്ന ഡയലോഗില്ലേ, പോലീസുകാരൻ വരുമ്പോഴേക്കും പുള്ളിയോട് എന്റെ കൂട്ടുകാരോട് കിടക്കുക നമ്മളൊക്കെ പറയണം, അതിലൊക്കെ ബാസി ഭയങ്കര കൈഡിയായിരുന്നു. തിയേറ്ററിൽ ഇടിക്കുമ്പോ ബാസി ഭയങ്കര എക്സൈറ്റഡ് ആ എല്ലാ കാര്യങ്ങൾക്കും. അതുപോലെ ആ സാധനമില്ല, അത് ഞങ്ങള് ഓക്കെ, ഞങ്ങള് അത് ഷൂട്ട് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റഹീംകട മാസ് സീൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നുള്ളൊരു മൂഡിലല്ലായിരുന്നു. എങ്ങനെ അത് റഹീംകട മാസ്, റഹീംകട അത് നമ്മള് ഷൂട്ട് ചെയ്യുമ്പോഴേ റഹീംകട മാസ് സീനാണല്ലോ. അത് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. നമ്മള് റഹീംക ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഉള്ളത്. അത് റഹീംകട ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഫോട്ടോ എടുക്കില്ലേ, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ വിളിക്കും, ഈ റഹീംഖനെ വിളിക്കില്ലേ, അതാണ് ഫസ്റ്റ് റഹീംഖ ഫസ്റ്റ് അഭിനയിക്കുന്ന, മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിക്കുന്ന ആ ഇതായിരുന്നു. അപ്പൊ തന്നെ എല്ലാവരും ഇങ്ങനെ ക്യാമറയിലൊക്കെ നോക്കിയിട്ട് കൊള്ളാം കേട്ടോ,
കൊള്ളാം നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പൊ റഹീംക്ക് ഇവരെല്ലാവരും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്താ ചെയ്യാൻ പോകുന്നത്, പിന്നെ അവരെ കളിയാക്കാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ. അപ്പൊ അതാണ് കുറച്ചും കൂടെ എക്സൈറ്റ്മെന്റ് കൂടുതൽ. ഡയറക്ടറാണല്ലോ ഡയറക്ടറാണല്ലോ, അപ്പൊ നമുക്കിങ്ങനെ പറയാലോ ശരിയാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് പറയും. ഇപ്പൊ ബാലു ഒക്കെ അതിന്റെ ആൾക്കാരാ. ആദ്യം നമ്മൾ ചിലപ്പോ ഇപ്പൊ ഫസ്റ്റ് ഞാൻ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ അത് റാഗിങ് പോലത്തെ പരിപാടിയാ. അപ്പൊ നമ്മളതിന് നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് തളർന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അവരങ്ങനെ തളർത്താൻ വേണ്ടി പറയാനല്ല, ചുമ്മാ ഫണ്ണ്, അങ്ങനത്തെ റാഗിങ് അല്ല. അത് ഒരാൾ തളർന്നു പോകുന്നില്ല, എന്ന് ശരിയാക്കി ചെയ്യടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തളർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തളർന്ന ആൾക്കാര് അഭിനയിക്കാൻ വന്നിട്ട് കാര്യമില്ല ശരിക്കും. അതെ, തമാശക്ക് പറയുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാ. അപ്പോ അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മള് തിരിച്ച് എന്തെങ്കിലും പറയാം, പിന്നെ അവരെ കളിയാക്കാം നമുക്ക്. അവരിപ്പോ നമ്മളെ കളിയാക്കിയിട്ട് അവർ സീനിയർ ആർട്ടിസ്റ്റ് ആണ് തിരിച്ചു കളിയാക്കരുതെന്നൊന്നും പറയുന്നില്ല. അവരത് എൻജോയ് ചെയ്യും നമ്മൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാ തെറ്റിക്കേണ്ട അടുത്ത് നോക്കി വെക്കുക. തെറ്റി കഴിഞ്ഞിട്ട് തീർന്നു, അവന്റെ അന്നത്തെ ദിവസം പോയി എന്നുള്ളൊരു മൂടാ. ഇപ്പൊ റഹീംക്ക് പോകുമ്പോഴാണെങ്കിലും ജിഞ്ചാട് പോകുമ്പോഴാണെങ്കിലും പിന്നെ ജിഞ്ച സൗബികയാണെങ്കിലും, സൗബികയാണ് നമ്മുടെ പ്രൊഡ്യൂസറാ. അപ്പൊ നമ്മൾ ആ പ്രൊഡ്യൂസർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഒക്കെ ഇത് ചെയ്തിട്ട് സൗബിക ശരിയാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്, സൗബിക പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെറുതെ പറയും ഇപ്പടാ എന്ന് പറഞ്ഞിട്ട് സൗബിക പോവും. സൗബിക നമ്മളോടും പറയും മോനെ പ്രൊഡ്യൂസറാണ് ശരിയാക്കിയേക്കണേടാ എന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മളടുത്ത് വന്നിട്ട് അങ്ങനെയാ എല്ലാവരോടും. ഭയങ്കര രസമായിരുന്നു സെറ്റിൽ എന്ന് പറഞ്ഞാൽ. ആർക്കും അവിടെ പോകാൻ തോന്നാത്തൊരു സെറ്റായിരുന്നു അത്. എന്നോട് ബാലു അവസാനം ഞാൻ അവിടെ നിന്ന് ലാസ്റ്റ് ദിവസമൊക്കെ ആയപ്പോഴേക്കും ബാലു എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നീ ഇനി എന്റെ ഫസ്റ്റ് പടമാണല്ലോ ഞാൻ ത്രൂ ഔട്ട്, അല്ലെങ്കിൽ ഒരു ദിവസം പോയി വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയിൽ, എനിക്ക് സിനിമ സെറ്റ് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. അങ്ങനെ ഇരിക്കുമ്പോൾ ബാലു ദിവസം വന്നിട്ട് പറഞ്ഞു, എടാ നിന്റെ ഫസ്റ്റ് പടം അത്, നീ ഇവിടത്തെ പോലെ ആയിരിക്കില്ല വേറൊരു സെറ്റ്. നിന്നോട് ഞാനത് പറയണമെന്ന് തോന്നി എനിക്ക്. കാരണം എന്ന് വെച്ചാൽ നീ ഇത് എക്സ്പെക്ട് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭയങ്കര നിരാശയായിരിക്കും. അപ്പം നിനക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നിനക്ക് ഞാനൊരു ചേട്ടൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു തരുന്നതാണെന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നത്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എല്ലാവരും നമുക്ക് പറഞ്ഞു തരാറുണ്ട്. നമ്മളുടെ സിനിമാറ്റോഗ്രാഫർ ഷൈജൂക്കാണ് എന്നെ ക്യാമറയിൽ എവിടെ നിൽക്കണമെന്നൊക്കെ, ക്യാമറയിൽ എങ്ങനെ നിൽക്കുന്നതെന്നൊരു ടെക്നിക്ക് ഉണ്ട്. ഇവരെല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. എല്ലാവരും ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും ഫ്രഷർ ഞാൻ 2 പടത്തിൽ 2 ഷോട്ടൊന്നും അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഷൈജുക്കൊക്കെ മനസ്സിലായി എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്നുള്ളത്. ഷൈജുക്ക് ഒരു ദിവസം വിളിച്ചു, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെൻസിൽ നോക്കിയിട്ട് ലെൻസ് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നെ അതിൽ കാണാൻ പറ്റുമെന്നാണ്. ശരി, അപ്പം നീ നിൽക്കുന്ന സ്ഥലം നീ നോക്കി വെച്ചോ, കാരണം നിന്നെ ക്യാമറ കിട്ടണം. 11 പേരുണ്ട്, ഇവരുടെ ഇടയിൽ നീ മിസ് ഔട്ട് ആയി പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കാണാൻ പറ്റില്ല, കാരണം ഇവരൊക്കെ ക്യാമറയിൽ നിൽക്കാൻ വേണ്ടി തന്നെ നിൽക്കുന്ന. അപ്പൊ അവർക്ക് അറിയാം എവിടെ നിൽക്കണമെന്നുള്ള, അവർക്ക് എക്സ്പീരിയൻസ്ഡാ. നീ ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഷൈജുക്കാണ് എന്നെ ക്യാമറയിൽ എങ്ങനെ നിൽക്കണമെന്നുള്ള സംഭവം പറഞ്ഞു തന്നെ എനിക്ക്. അതിപ്പോ ഞാൻ നോക്കി നിൽക്കാൻ തുടങ്ങി. ഓക്കെ ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ. പിന്നെ നമുക്ക് ക്യാമറയിൽ നോക്കാൻ പറ്റില്ല. ക്യാമറയിലൊക്കെ നോക്കിയ സീനാ, ഇവനെ കാരാണ് വിളിച്ചത്, ഇത് ചിതു പറഞ്ഞിട്ടില്ല ഫസ്റ്റ് ടൈം അഭിനയിക്കുന്ന ആൾക്കാരൊന്നും വെക്കരുത് എന്നൊക്കെ പറഞ്ഞ ആ മൂടാ. അപ്പൊ ഇവരെ നോക്കിയാൽ നമ്മളും പറയും ഇത്ര ആയില്ലേ എന്റെ മക്കളെ, എത്ര സിനിമയിൽ അഭിനയിച്ചത് ക്യാമറയിൽ നോക്കാവോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കും. അങ്ങനത്തെ ഒരു സെറ്റ് അത്. ചിതുവും കളിയാക്കും, എല്ലാരും കളിയാക്കും. അങ്ങനെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്. അത് ഈ തമാശ കളിയാക്കലുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പഠിക്കുകയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ. നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കുന്നത് ചിരിച്ച് തമാശ കളിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും നമ്മൾ തലേക്കരെന്ന് പറയുന്ന പോലെ. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് ഭയങ്കര വലിയ ലെസണാ. ഇതുപോലത്തെ ഒരു സിനിമ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ചെയ്യില്ല, ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ആരും ഇതുപോലത്തെ ഒരു സിനിമ ഇനി ചെയ്യാൻ പാടില്ല, ഇതുപോലത്തെ ഒരു സിനിമ ഇനി ഉണ്ടാവാനും പാടില്ല. ഇല്ല അങ്ങനെയല്ല, ഈ ഇതേപോലത്തെ മഞ്ഞുമൽ ബോയ്സ് പോലത്തെ ഒരു സിനിമ ഉണ്ടാവില്ല. അത് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. അത് ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം എന്റെ ആദ്യത്തെ സിനിമകളിലൊന്നും ഇതുപോലത്തെ ഒരു സിനിമ എന്ന് പറയാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. അത് ഭയങ്കര ഭാഗ്യം ചെയ്തിട്ടുണ്ട്. അല്ല, ഇപ്പം ബാലു പറഞ്ഞു തന്ന കാര്യമാണെങ്കിൽ അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ, കാരണം ഓരോ സെറ്റും ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അടുത്ത സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ബാലു കൂടെ ചെയ്യണം. നടികറിലല്ലേ? അതില് എന്താ സസ്പെൻസ് ആണെങ്കിൽ പറയണ്ട, എന്താ ക്യാരക്ടർ? ഇല്ല, ക്യാരക്ടർ ഒന്നും പറയാനില്ല. ഒരു ക്യാരക്ടർ ഉണ്ട്, നടികളിൽ ഒരുപാട് ആളുകളുണ്ട്, അതിലൊരാള് ഞാനാ. പെർഫോം ചെയ്യാനുള്ള
അത് ആൾക്കാർ കണ്ട് തീരുമാനിക്കണ്ടേ? അങ്ങനല്ല, ചന്തുവിന് സ്വന്തമായിട്ട് തോന്നുമ്പം ചന്തുവിന് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചോ. ഉണ്ടാവും, സിനിമ കാണുമ്പോ അറിയാം ഉണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെ പറയാറായിട്ടില്ലല്ലോ ഒന്നും. അറ്റ്ലീസ്റ്റ് ഒരു ടീസറോ ട്രെയിലറെങ്കിലും വരണ്ടേ? ഞാൻ സ്വന്തം വിശകലനം. നടികർ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എന്ന് വെച്ചാൽ ഇപ്പൊ ജീൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആള് എന്നെ ഇവിടെ ഓരോ കാര്യങ്ങൾ പഠിച്ച് അവിടെ നിർത്ത്, അവിടെ നീ ഇങ്ങനെ ചെയ്യുന്ന നന്നായിരിക്കും എന്നൊക്കെ പറയുന്ന ആൾ അവിടെ എന്നെ ഡയറക്റ്റ് ചെയ്യുക. ആ നടികറിൽ സംബന്ധിച്ച ആലപിച്ചേട്ടൻ്റെ ക്യാമറ. നടികറിൽ എന്റെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ ഷോട്ട് അത് ഞങ്ങളിങ്ങനെ കളിയാക്കലുണ്ടല്ലോ മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റില്. തെറ്റിക്കഴിഞ്ഞാൽ കളിയാക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറെ കളിയാക്കാറുണ്ട്, ബാലുവിനെ കളിയാക്കാറുണ്ട്, ബേണുവിനെ കളിയാക്കാറുണ്ട്, എല്ലാവരും കളിയാക്കാറുണ്ട്. ടൊവി ആയിട്ടാ ഫസ്റ്റ് ഷോട്ട് ടൊവി ആയിട്ട് കഴിഞ്ഞു. അതിന് സെക്കൻഡ് ഷോട്ട് എൻ്റെ ടൊവി ഞാനവിടെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ എടുത്തോണ്ടിരിക്കുക. കുറച്ചായി, ഒരു 6 ടേക്ക് ആയിട്ടോ. അപ്പോൾ ചീഞ്ചാറിനാണ് മോനെ ശരിയാക്കടാ എന്ന് പറഞ്ഞു. അത് ഞങ്ങളിവിടെ പറയുന്നല്ലോ, മഞ്ഞുമൽ ബോയ്സിനെ സെറ്റി പറയണല്ലോ. അപ്പോഴും ടൊവി കുറെ ടേക്കായി പോകണം. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയിലേക്ക് നോക്കണം. എനിക്ക് എന്ത് ചെയ്താലും ക്യാമറ നോക്കാൻ പറ്റില്ല. കാരണം ഞാൻ മഞ്ഞുമൽ ബോയ്സിൽ ട്രെയിൻ ചെയ്യുന്നു ക്യാമറ ലോക്ക് അറിയാൻ വേണ്ടിട്ട്. ക്യാമറ ലോക്ക് പോയി, അന്നത്തെ ദിവസം പോയി. ഇവിടെ ക്യാമറയിൽ നോക്കണമെന്ന്. അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യും. ക്യാമറ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ തല വെട്ടിച്ചു പോകും, റിഫ്ലക്സ് പോലെ. കാരണം 110 ദിവസം എന്തോ മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റിൽ ക്യാമറ നോക്കാതെ നിന്നിട്ട് പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ക്യാമറയിൽ നോക്കാൻ പറയുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ടൊവി കുറെ ടേക്ക് എടുത്തു. എന്നിട്ട് ടൊവി ഞാൻ സാധാരണ കേട്ടേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറെ തെറ്റി കഴിയുമ്പോൾ ആൾക്കാരും സമാധാനിപ്പിച്ചെന്നൊക്കെ. ഞാൻ നോക്കിയപ്പോ ടൊവി അകത്തോട്ട് ബാലുവിനെ വിളിച്ചിട്ട് വന്നു കളിയാക്കാനായിട്ട്. ബാലു വന്നേക്ക് കിടന്നു, മോനെ ചന്തു ശരിയാക്കിയേക്കണേടാ. ഞാൻ പറഞ്ഞു ഓക്കെ, ഈ ടേക്കിൽ ശരിയാക്കും പറഞ്ഞ് ഞാൻ പോയി നമ്മള് ശരിയാക്കി അകത്തേക്ക്. ഞാനും ബാലുവോട് ഒരു തീരുമാനം എടുത്തു. ഇനി അതായത് മഞ്ഞുമൽ ബോയ്സിൽ കഴിഞ്ഞു നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കണല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ശരിയാക്കി, അതായത് ഇപ്പൊ എത്ര ടേക്ക് പോയി എന്നുള്ളതല്ല, 19 ടേക്ക് പോയാലും ഡയറക്ടർക്ക് വേണ്ടത് കിട്ടാന്നുള്ളതാണ്. അതിപ്പോ എത്ര വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിൽ അത്രയും ടേക്കൊക്കെ പോകും. നമ്മളുടെ പക്ഷെ മഞ്ഞുമൽ ബോയ്സിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആക്കണം ആർട്ടിസ്റ്റ്, അവനാണ് ആർട്ടിസ്റ്റ്, ബാക്കിയൊക്കെ പാഴുന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് വേണ്ട, നമുക്ക് കൂടുതൽ നന്നാക്കി ചെയ്യാം. അപ്പൊ നമ്മള് തീരുമാനം എടുക്കാം. നമ്മളെന്തെങ്കിലും കളിയാക്കില്ല. നമ്മള് മഞ്ഞുമൽ ബോയ്സിന് വേറെ സെറ്റിലും പിടിക്കില്ല എന്നുള്ളൊരു തീരുമാനമൊക്കെ ഞങ്ങൾ നടികാരുടെ സെറ്റിൽ വെച്ച് എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം കഴിഞ്ഞിട്ട് എടുത്ത്. കാരണം ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സംഭവം നിൽക്കുന്നുണ്ട്, ടൊവിക്ക് അറിയാം. അതുകൊണ്ട് ടൊവി വിളിച്ചിട്ട് വന്നേ, ശരിയാക്കാൻ പറയാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി നടികർ വരട്ടെ, വെയിറ്റ് ചെയ്യാണ്. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷം ഇവിടെ വന്നതിൽ. എന്നെ കുറെ നാളായി വിളിക്കുന്നത്. അതെ, ഇത് മഞ്ഞുമലൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ വിളിക്കുന്ന, അത് ഓർമ്മയുണ്ടോ? എപ്പ വിളിക്കുന്ന? ഞാൻ ഒരുമിച്ച് വരാനായിരുന്നു പ്ലാൻ. അരുണിനെ അല്ല ഞാൻ പറഞ്ഞായിരുന്നു കൊണ്ടുവരാൻ. അരുണും ചന്തും കൂടെ ആണെങ്കിൽ കുഴപ്പമില്ല. എല്ലാരും കൂടെ ശരി വൈശാഖ് പറഞ്ഞായിരുന്നു ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തോണ്ടാണ് ലിസ്റ്റ് ആയിരുന്നു എന്നുള്ളൊരു സംഭവം. അങ്ങനെ പറഞ്ഞായിരുന്നല്ലേ? സമാധാനം. വൈശാഖന്റെ ഓർത്തല്ലോ. അല്ല അവിടെ ഇരിക്കാൻ സ്ഥലമില്ല പറഞ്ഞോടാ. പക്ഷെ ഞങ്ങള് ഇങ്ങനെ പറഞ്ഞായിരുന്നു സ്പ്ലിറ്റ് ചെയ്തെടുക്കാന്നൊക്കെ. പിന്നെ മൂടും ഒരു സംഭവം ഉണ്ടായിരുന്നു. ശരിയാ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.